ഇരിട്ടിയുടെ സ്പന്ദനം തൊട്ടറിഞ്ഞവരിലൂടെയുള്ള യാത്രയിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നയാൾ ഇപ്പോൾ വിരാജപേട്ട ടൗണിലാണ് ഉള്ളത്. അദ്ദേഹം എവിടെയാണ് ഉള്ളതെന്ന് നമുക്കൊന്ന് തപ്പി അന്വേഷിച്ച് കണ്ടുപിടിക്കണം. എന്നിട്ട് വേണം നമ്മുടെ ഇരിട്ടിയുടെ സ്പന്ദനം തൊട്ടറിഞ്ഞവരിലൂടെയുള്ള യാത്ര പരമ്പര ആരംഭിക്കാൻ വേണ്ടി നമുക്ക് അദ്ദേഹത്തെ അന്വേഷിച്ചുള്ള ഒരു യാത്ര തുടരാം. അദ്ദേഹം ഇപ്പോൾ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട്. ഞാൻ പറഞ്ഞ അദ്ദേഹമാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഡോക്ടർ ജി ശിവരാമകൃഷ്ണൻ സാറാണ്. സാറേ, ഹലോ, നമസ്കാരം. നമസ്കാരം. നമ്മൾ സാറിന്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. അയ്യോ, ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. അപ്പൊ സാറിന്റെ ഈ പച്ചക്കറി വാങ്ങലും അതുപോലെ തന്നെ സാറിന്റെ നടത്തവും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതല്ലേ. എങ്ങനെയുണ്ട് ഇവിടുത്തെ പച്ചക്കറി കാര്യങ്ങളൊക്കെ? ഇത് എപ്പോഴും വിരാജപേട്ട നല്ല ക്വാളിറ്റി പച്ചക്കറികൾ കിട്ടുന്നുണ്ട്. മിക്കവാറും കേരളത്തിൽ വരുന്നതെല്ലാം വന്നിട്ട് മൈസൂറും ഇവിടെ നിന്നൊക്കെയല്ലേ വരുന്നത്. അപ്പോൾ വളരെ നല്ല അതിൻ്റെതായിട്ടുള്ള ഒരു രീതിയിലുണ്ട്. എങ്ങനെയുണ്ട് നമ്മുടെ വിരാജപേട്ട ടൗൺ വന്നിട്ട് വളരെ മനോഹരമായിട്ടുള്ള ടൗണാണ്. കൺജസ്റ്റനാണ്. ഇപ്പോൾ ഇത്രയും ഒരുപാട് ഒരു ടൗൺ വികസിച്ചതുകൊണ്ട് ഭയങ്കര കൺജഷൻ ആണെങ്കിലും അതിൻ്റെതായിട്ടുള്ള ഒരു ബ്യൂട്ടി എപ്പോഴും അത് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പോകുന്നത്. നിങ്ങൾക്ക് കാണിച്ചു തരേണ്ട മറ്റൊരു സ്ഥലമുണ്ട്. ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ഇവിടെ. ടൗൺ മുഴുവനും കാണാൻ പറ്റുന്ന ഒരു വ്യൂ പോയിന്റ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ പോയിട്ടുണ്ടാകും. നമുക്ക് അങ്ങോട്ടൊന്ന് പോയാലോ? ഓക്കെ. അപ്പോൾ സാറ് നമ്മുടെ വിരാജപേട്ട ടൗണിന്റെ ആ ഒരു സൗന്ദര്യം പൂർണ്ണമായും ഒന്ന് കാണിച്ചു തരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്നിട്ട് നമുക്ക് സാറിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. പോവാന്നല്ലേ? ഓക്കെ സാറേ, വാ. അതിൽ 91 ഇരിട്ടി വന്ന പാടെ നെക്സ്റ്റ് ആഴ്ച തന്നെ ഇവിടെ എത്തിയല്ലോ. അങ്ങനെ വന്ന സമയത്ത് കണ്ട പോലെ തന്നെയാണ് ഇപ്പോൾ ഈ ഭാഗങ്ങൾ, ഇപ്പോൾ കടന്നു പോകുന്ന ഭാഗങ്ങൾ, ബസ് സ്റ്റാൻഡും പരിസര പ്രദേശങ്ങളൊക്കെ ഒരു മാറ്റം വന്നിട്ടില്ല. വലിയ ഡെവലപ്മെൻറ്റ്സ് ഒന്നും അങ്ങനെ ഉള്ള പോലെ തന്നെയാണുള്ളത്. കാരണം ഇതൊരു കൊടക് ഡിസ്ട്രിക്റ്റിലെ ഒരു പ്രധാനപ്പെട്ട ഒരു നഗരമല്ലേ. കൊടക് ഡിസ്ട്രിക്റ്റിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് മർക്കാറാണെങ്കിലും ഇതൊരു പ്രധാനപ്പെട്ട കൊടകിലുള്ള ഒരു നഗരമാണ്. അപ്പോൾ ഒരുപാട് കൺജഷനുണ്ട്, ജനപ്പെരുപ്പമുണ്ട്, ഒരുപാട് കടകൾ. ബോർഡറാണ്. കേരളത്തിൽ നിന്ന് ഒത്തിരി ആളുകൾ ഇവിടെ വരുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഒഴിവ് സമയം കിട്ടുമ്പോൾ നമ്മൾ ഈ വിരാജപേട്ടയിലേക്ക് വരാനുള്ള കാരണം എന്താണ്? അതായത് 1991 ഞാനിവിടെ സർവീസിൽ വരുന്നത്. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ 12 കിലോമീറ്ററിൽ കർണാടക സ്റ്റേറ്റ് ബോർഡർ ഉണ്ടെന്നറിഞ്ഞു. പൊതുവേ ഒരുപാട് യാത്രകൾ ചെയ്യാൻ താല്പര്യം ഉള്ളതുകൊണ്ട് 12 കിലോമീറ്റർ സഞ്ചരിച്ച് അത് ഒരു എവർഗ്രീൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞു. നോക്കിയപ്പോൾ തൊട്ടടുത്ത് വളരെ മനോഹരമായിട്ടുള്ള ഒരു പട്ടണം വിരാജപേട്ട എന്ന് നമ്മൾ പറയും. വിരാജപേട്ട് നമ്മൾ കേരളീയർ പേട്ട എന്ന് എപ്പോഴും പറയുന്നത്. നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഇവിടെ വരികയാണ്. കാരണം ഇവിടുത്തെ ഒരു തണുപ്പും ആ ഗ്രീനറിയും. ഇപ്പം തന്നെ ഈ ഒരു സൈറ്റ്, ഇപ്പോൾ ഇത് കാണുന്ന കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ വന്നിട്ട് അതിൻ്റെ സൗന്ദര്യം മൊത്തം കിടക്കാണ്. ടൗൺ മൊത്തം നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ കുളിർമയും ആ ഗ്രീനറിയും ഒക്കെ വന്നിട്ട് ഭയങ്കര ഒരു എക്ടാസി ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് എല്ലാവർക്കും. ഞാൻ മാത്രമല്ല, നമ്മളെല്ലാവർക്കും തന്നെ. അപ്പോൾ എന്തെങ്കിലും ഒഴിവ് കിട്ടിയാൽ ഞായറാഴ്ചകളൊക്കെ വീക്കിലി ഓഫാണ്. ഞായറാഴ്ചകളിൽ മാത്രം സർവീസിൽ അന്ന് ലീവാണ്. മിക്കവാറും ഞായറാഴ്ച, അന്ന് ബൈക്കാണ് ഉണ്ടായിരുന്നത്. മിക്കവാറും ഞായറാഴ്ചകൾ മിസ്സാകാതെ ഇവിടെ വരും. മാത്രം തമിഴ്നാട് പോലത്തെ ഒരു രീതിയാണ് ഇവിടുത്തെ
കെട്ടിടങ്ങളും അതുപോലെ ഇവിടുത്തെ പച്ചക്കറികളും ഫ്രൂട്ട്സൊക്കെ വന്നിട്ട് ഇവിടെ കിട്ടുന്നതും ഇവിടെ നിന്ന് പേട്ടയിൽ നിന്നാണല്ലോ നമ്മുടെ മലയോര മേഖലയിലേക്കെല്ലാം വരുന്നത്. മൈസൂറും ഇതുപോലെ. അപ്പോൾ ഇവിടെ തണുപ്പ് ഒരു വലിയൊരു ഘടകമാണ്. ഇത് ഇത്രയും വന്നിട്ട് ആ പഴങ്ങളൊക്കെ വന്ന് കൾട്ടിവേറ്റ് ചെയ്യാനൊക്കെ പച്ചക്കറികളും. അപ്പോൾ അത് വാങ്ങാനും അതുപോലെ ഇവിടുത്തെ കേസരി ബാത്ത് എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ വളരെ ഫേമസ് ആയിട്ടുള്ള കേസരി ബാത്ത്, അത് നമ്മുടെ ഇരിട്ടിയിലൊന്നും കിട്ടാറില്ല. ഇരിട്ടിയിൽ പച്ചരി ദോശയൊക്കെയാണല്ലോ. അപ്പോൾ ഇവിടെയാണെങ്കിൽ മസാല ദോശ എല്ലാം കിട്ടും. അപ്പോൾ ഞാനൊരു വെജിറ്റേറിയൻ കൂടിയാണ്. തമിഴ്നാട് ടൈപ്പ് ഓഫ് ആഹാരങ്ങൾ ഇഷ്ടപ്പെടുന്നത് ഇവിടെ അത് കിട്ടും. അപ്പോൾ ഇതെല്ലാമാണ് അതിൻ്റെ ഘടകം. ഇതെല്ലാം കൂടി കണക്കെടുത്തിട്ട് മിക്കവാറും ഞായറാഴ്ചകൾ അന്ന് ബൈക്കിൽ 3 കുട്ടികളും കൊണ്ട് ഇവിടെ വരും. വൈഫിനും കൂട്ടി 3 കുട്ടികളും നിങ്ങൾ ബൈക്കിൽ വരും. അന്ന് ബൈക്കാണ്. യാത്രകൾ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ ഇന്നിവിടെ നിൽക്കുന്നത്. ഇന്ന് നമ്മൾ ഇതിന്റെ ഒരു സൗന്ദര്യം ഇവിടെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ സാറ് നമുക്കിപ്പോൾ പേട്ടയുടെ ഒരു സൗന്ദര്യമാണ് ഇവിടെ നിന്ന് കാണിച്ചു തന്നത്. നമ്മുടെ ദന്തൽ കോളേജിൻ്റെ ഒക്കെ മുകളിൽ നിന്ന് പേട്ടയുടെ ആ ഒരു സൗന്ദര്യം കാണിച്ചു തന്നു. അപ്പോൾ സാറ് ഇപ്പോൾ പച്ചക്കറിയുടെ വിലയൊക്കെ ചോദിക്കുന്നതുകൊണ്ട് അങ്ങനെ പേട്ടയുടെ സ്പന്ദനവുമായി മാറിക്കൊണ്ടിരിക്കുകയാണ് സാറിപ്പോൾ. വേറെ ഏത് സ്ഥലമാണ് സാറിന് ഇപ്പോൾ ഏകദേശം ഈ പേട്ടയിൽ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമുള്ളത്? ഈ വ്യൂ പോയിന്റ് കൂടാതെ നമ്മൾ മടിക്കേരി പോകുന്ന വഴിക്ക് ഒരു പുൽമേടുണ്ട്. മടിക്കേരി പോകുന്ന വഴിക്ക് മിനി ഊട്ടി എന്ന് പറയുന്ന മടിക്കേരി. തീർച്ചയായിട്ടും അവിടെ അതൊരു തനിയെ ഒരു സീനറിയാണ്. അതൊരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണല്ലേ? അത് ഏതായാലും ഒന്ന് പോകണം, അത് കാണണമെന്ന് ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ എനിക്കും അതൊന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ സാറിൻ്റെ ഒരുപാട് വിശേഷങ്ങൾ നമ്മുടെ ഇരിട്ടിയിൽ 33 വർഷങ്ങൾക്ക് മുമ്പ് ബൈക്കിൽ യാത്ര ചെയ്ത് ഇരിട്ടിയെത്തി ഇരിട്ടിയുടെ സ്പന്ദനം തൊട്ടറിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇരിട്ടിയുടെ വിശേഷങ്ങൾ നമുക്ക് നമ്മുടെ ആ മിനി ഊട്ടിയിലേക്ക് പോകുന്ന വഴിയിൽ ആ പുൽമേടിൽ നിന്ന് ആകാം അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, എന്നാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് പോകാം. ഓക്കെ സാർ. ഓക്കെ. അങ്ങനെ നമ്മൾ വീരാജ്പേട്ട ടൗണിൽ നിന്ന് നമ്മുടെ ഒരു പുൽമേട് കാണാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. അവിടെ വന്നപ്പോൾ മടിക്കേരി റൂട്ടിലുള്ള ആ പുൽമേട് കാണാൻ വേണ്ടി വന്നപ്പോൾ കനത്ത ചൂടിൽ ഉണങ്ങിയ പുൽമേടായിപ്പോയി. അതുകൊണ്ട് നമ്മളെ ബാക്കി വിശേഷങ്ങൾ അവിടെ നിന്ന് ഏകദേശം 23 കിലോമീറ്റർ ഇങ്ങോട്ട് ഏകദേശം നമ്മുടെ മടിക്കേരി ടൗണിൻ്റെ അടുത്തുള്ള ഈ സ്ഥലത്തിൻ്റെ പേരെന്താണ് സാറേ? ബർക്കാറ, ഇംഗ്ലീഷിലെ ബർക്കാറയും മടിക്കേരി ഹെഡ് ക്വാർട്ടേഴ്സ് ആണല്ലോ. നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ ഒരു രാജാ സ്ട്രീറ്റ്. അപ്പോൾ അവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇരിട്ടിയുടെ സ്പന്ദനം തൊട്ടറിഞ്ഞവരിലൂടെയുള്ള യാത്രയിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ഡോക്ടർ ജി ശിവരാമ സാറാണ്. അപ്പോൾ സാറിൻ്റെ സാധാരണ നമ്മൾ ഇരിട്ടിയുടെ സ്പന്ദനം ചെയ്യുമ്പോൾ ഇരിട്ടിയിൽ നിന്ന് ചെയ്യണം. പക്ഷേ സാറിനെ നമുക്ക് കിട്ടിയത് കർണാടകത്തിലെ വീരാജ്പേട്ടയിൽ നിന്നാണ്. അപ്പോൾ വീരാജ്പേട്ടയുടെ സൗന്ദര്യവും അതുപോലെ തന്നെ മടിക്കേരിയുടെ സൗന്ദര്യവും ഒക്കെ പങ്കുവെച്ചുകൊണ്ട് നമ്മുടെ സാറിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാൻ വേണ്ടി പോവുകയാണ്. 33 വർഷങ്ങൾക്ക് മുൻപ് ഒരു ഇരുചക്ര വാഹനത്തിൽ ഇരിട്ടിയിൽ എത്തിയ ഡോക്ടറാണ് നമ്മോടൊപ്പം ഉള്ളത്. അപ്പോൾ ആ ഒരു തുടക്കത്തോടെ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള ഇരിട്ടിയുടെ സ്പന്ദനങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് തൊട്ടറിഞ്ഞ് യാത്ര ചെയ്യാം. തീർച്ചയായിട്ടും സാറേ, ആ യാത്രയിൽ നിന്ന് നമുക്ക് തുടങ്ങാം. 33 വർഷം മുമ്പുള്ള ആ യാത്രയിൽ നിന്നുള്ള ഒരു തുടക്കം എങ്ങനെ? അതായത് പായം ഗവൺമെൻറ് ഹോം ഡിസ്പെൻസറിയിൽ മെഡിക്കൽ ഓഫീസറായിട്ട് നിയമനം ലഭിച്ചു. PSC നിയമനമാണ്. അപ്പോൾ അവിടെ നിന്ന് ഞാനതിന് മുന്നേ ഒരു 2 വീലർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ 2 വീലർ ഇവിടെ ട്രെയിനിൽ കൊണ്ടുവരാം, എങ്കിലും അതൊരു ത്രില്ലിംഗ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഓടിച്ച് തന്നെ വരാൻ തീരുമാനിച്ചു. അപ്പോൾ വൈഫിൻ്റെ വീട് വെങ്ങാനൂരാണ്. അപ്പോൾ എൻ്റെ കൂടെ വൈഫിൻ്റെ അച്ഛനെയും കൂട്ടി അദ്ദേഹം വന്നിട്ട് ഇതുപോലെ ഇത്രയും ദൂരം ബൈക്കിൽ വരാനുള്ള ആരോഗ്യശേഷിയൊക്കെ ഉള്ള വ്യക്തിയായിരുന്നു. അപ്പോൾ നല്ല ഒരു ജോളി ട്രിപ്പായിട്ട് അങ്ങനെ നമ്മുടെ ആലപ്പുഴയുടെ കടൽ തീരത്തിലേക്ക് കൂടിയാണല്ലോ ഹൈവേ എല്ലാം പോകുന്നത്. ഭയങ്കര രസകരമായിട്ട് വളരെ ത്രില്ലിംഗായിട്ട് ബൈക്ക് രാവിലെ ഒരു 9 മണിക്ക് പുറപ്പെട്ട് ഞാൻ ഓടിക്കാൻ അന്ന് എൻ്റെ വയസ്സ് 29 മുഴുവൻ അത്രയും ഇവിടെ ഇരിട്ടി വരെ ഓടിക്കാൻ തന്നെ ഞാൻ തയ്യാറാണെങ്കിലും അദ്ദേഹത്തിന് അന്ന് വയസ്സ് 63-65. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇടയിൽ നമുക്ക് ഇനി വണ്ടി ഓടിക്കണ്ട, നമുക്കിവിടെ ഹാൾട്ട് ചെയ്യാം. കുറ്റിപ്പുറം എത്തിയപ്പോൾ അദ്ദേഹം അങ്ങനെ പറഞ്ഞു. കുറ്റിപ്പുറം എത്തി അവിടെ ഹാൾട്ട് ചെയ്തിട്ട് രാവിലെ വീണ്ടും യാത്ര തുടർന്ന് മാഹി വഴി അങ്ങനെ വരികയാണ്. അങ്ങനെ ഇരിട്ടിയെത്തി തലശ്ശേരി വന്ന്, അന്ന് കുഞ്ഞിപ്പള്ളി റൂട്ടിലൂടെ ഷോർട്ട് ഉണ്ടെന്ന് നമുക്കറിയില്ലല്ലോ. നേരെ അവിടെ തലശ്ശേരി വന്ന് ഇരിട്ടി വന്ന് പ്രസാദ് ബിന്ദു ലോഡ്ജിൽ റൂം എടുത്തു. ഇന്ന് ആ ലോഡ്ജൊന്നും അവിടെ ഇല്ല. പ്രസാദ് ബിന്ദു ലോഡ്ജ് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്.
1991 മെയ് 2-ാം തീയതിയാണ് എത്തുന്നത്. 3-ാം തീയതി ഇവിടെ ചാർജ് എടുത്തു. അങ്ങനെയാണ് ഇരിട്ടിയിൽ ആദ്യമായി എത്തിയത് അല്ലേ? അതെ. അതിനുശേഷം ചാർജ് എടുത്തതിന് ശേഷമുള്ള സംഭവങ്ങളൊക്കെ? അതിനുശേഷം ഞാൻ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒത്തിരി ക്യാമ്പുകൾ കണ്ടക്ട് ചെയ്തു, മെഡിക്കൽ ക്യാമ്പുകൾ. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഏകദേശം ഒരു 500ഓളം ചെറുതും വലുതുമായിട്ടുള്ള ആരോഗ്യമേളകൾ, അതുപോലെ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസ്സുകൾ എല്ലാം ചേർത്താണ് 500 എന്ന് പറയുന്നത്. മെഡിക്കൽ ക്യാമ്പുകൾ ഒരു 250 ഉണ്ടാകും. അപ്പോൾ അന്നേ വന്നിട്ട് പൊതുജനങ്ങളുമായിട്ടുള്ള ഒരു ഇടപെടൽ ആ രീതിയിലുണ്ട്. അപ്പം നമ്മൾ പത്രങ്ങളിലൊക്കെ റിപ്പോർട്ട് കൊടുക്കും, നല്ല ആളുകൾക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ. അപ്പോൾ അന്നേ വന്നിട്ട് പൊതുജനങ്ങളുമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായിരുന്നതും 1995 94 JCSൽ ചേർന്നു. അന്ന് ഇന്ത്യൻ ജൂനിയർ ചേംബർ എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യൻ ജൂനിയർ ചേംബർ. അപ്പോൾ 94 ചേർന്നു, 95 അതിൻ്റെ പ്രസിഡൻ്റായി. അപ്പോൾ അതൊരു വഴിത്തിരിവായിരുന്നു. കാരണം ഒരു ട്രെയിനിങ് ഓർഗനൈസേഷനാണ് JCS ലീഡർഷിപ്പ് ഓർഗനൈസേഷനാണ്. 96 അത് ട്രെയിനറായിട്ട് മാറുകയും ചെയ്തു, സോൺ ട്രെയിനറായി. അപ്പോൾ ലീഡർഷിപ്പിൻ്റെ ഒരു ട്രെയിനർ നിലയ്ക്ക് എന്താണ് ലീഡർഷിപ്പ് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാനുള്ള അവസരം ഈ JCSലൂടെ കിട്ടി. ലീഡർഷിപ്പ് എന്ന് പറയുന്നത് അതൊരു പൊസിഷനല്ല, മറിച്ച് അതൊരു ആക്ഷനാണെന്നും, ലീഡർഷിപ്പ് എന്ന് പറയുന്നത് അത് പവറല്ല, മറിച്ച് ഒരു റെസ്പോൺസിബിലിറ്റി ആണെന്നുള്ളതും എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ രാഷ്ട്രീയത്തിലാണെങ്കിലും നമുക്കൊരു സ്ഥാനങ്ങൾ ലഭിക്കുക എന്ന് പറയുന്നത് ആ സ്ഥാനം എൻജോയ് ചെയ്യാൻ വേണ്ടിയല്ല, ആ സ്ഥാനത്തിലിരുന്നുകൊണ്ട് ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. അല്ലാതെ ഞാൻ MLA ആയി, കൗൺസിലറായി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പദവികളായി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായി, അപ്പോൾ അതെല്ലാം ആയി, അത് അറ്റൈൻ ചെയ്തു, ആ ഒരു പൊസിഷനിലേക്ക് വന്നിരിക്കുന്നു, അങ്ങനെയാണ് വലിയ ആളായി എന്നുള്ള രീതിയിലല്ല. ആ ഒരു അവസരം ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു പൊസിഷൻ ഉപയോഗിച്ചുകൊണ്ട് ആ രീതിയിലുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാടുകളും ആ ലീഡർഷിപ്പുമാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഒന്നുമില്ല എന്നുള്ള രീതിയിലല്ലല്ലോ. ഇപ്പം എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇരിട്ടിയിൽ എത്ര സംഘടനകളുണ്ടോ അത്രയും സംഘടനകളിലുള്ള ഒരു മെമ്പറാണ്. അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള എല്ലാ പദവികളും ഒരുപാട് പദവികൾ അലങ്കരിച്ചു, ഇപ്പോൾ ഒരുപാട് അലങ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്, മെമ്പറാണ്. അപ്പോൾ ഏകദേശം എത്രത്തോളം സംഘടനകളിൽ ഇപ്പോൾ സാറ് അതിനകത്തുണ്ട് ഇരിട്ടിയിൽ മിക്കവാറുമുള്ള അന്താരാഷ്ട്ര സംഘടനകൾ, സാംസ്കാരിക കൂട്ടായ്മകൾ തുടങ്ങി 43 വർഷം സ്റ്റാൻഡിംഗ് ഉള്ള വളരെ സീനിയറായിട്ടുള്ള ലയൺസ് ക്ലബ്ബാണ് ഇരിട്ടി ലയൺസ് ക്ലബ്ബ്. അപ്പോൾ അതിൻ്റെ പഴയ പ്രസിഡൻ്റാണ്. 2000-ലാണ് ഞാനതിൻ്റെ പ്രസിഡൻ്റാകുന്നത്. പിന്നീട് അതിൻ്റെ തന്നെ ഉള്ള ഡിസ്ട്രിക്റ്റ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ടല്ലോ, 2-3 ജില്ലകൾ ചേർന്നിട്ടാണ് ഡിസ്ട്രിക്റ്റിൻ്റെ അഡീഷണൽ ക്യാബിനറ്റ് സെക്രട്ടറി. പിന്നെ അലയൻസ് ക്ലബ്സ് ഇൻ്റർനാഷണൽ, അതിൻ്റെ ട്രഷറായിട്ട് 3-ാമത്തെ വർഷവും ട്രഷറാണ്. അതിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒന്നും ഞാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് അപ്പോൾ ആ രീതിയിൽ നിൽക്കുകയാണ്. ഒരു പ്രസ്ഥാനത്തിൻ്റെ മുന്നേക്ക് വന്നിട്ട് ഒത്തിരി പ്രസ്ഥാനങ്ങളിലേക്ക് അതിൻ്റെ ലീഡർഷിപ്പിൽ വന്നതുകൊണ്ട് ഞാൻ ബിഹൈൻഡ് ദ കേട്ടൺ പ്രവർത്തിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്കത് ഏത് പ്രസ്ഥാനത്തിലും പൊസിഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു മെമ്പർ നിലയ്ക്ക് നമ്മുടെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടായിരിക്കണം. നമ്മുടെ ഒരു നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യണം. അതിന് പൊസിഷൻ ആവശ്യമൊന്നുമില്ല, ഇല്ലാതെയും നമുക്ക് ചെയ്യാം. അപ്പോൾ ആ രീതിയിലാണ് ഈ അലയൻസ് ക്ലബ്ബിലും അതുപോലെ സീനിയർ ചേംബറിലും ചേർന്നത്. പക്ഷേ സീനിയർ ചേംബറിൽ തുടർന്ന് 3 വർഷം ട്രഷറായിട്ട് ഇരുന്നിട്ടും പിന്നീട് നമ്മുടെ സുഹൃത്തുക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ സെക്രട്ടറി ഇനി വരാനിരിക്കുന്നത് 5-ാം തീയതി പുതിയ പ്രസിഡൻ്റായിട്ട് സ്ഥാനാരോപണം ചെയ്യപ്പെടാൻ പോവുകയാണ്. പ്രൊഫസർ വർഗീസ് വൈദ്യൻ, JCSൻ്റെയും ലയൺസിൻ്റെയും ഒക്കെ നേതാവാണ് അദ്ദേഹമാണ് എന്നെ പുതിയ പ്രസിഡൻ്റായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ വരുന്നത്. അപ്പോൾ അതുകൂടാതെ ഇരിട്ടി യുവകലാസാഹിത്യയുടെ ജില്ലാ വൈസ് പ്രസിഡൻറ്റും അതുപോലെ ഇവിടുത്തെ മണ്ഡലം പ്രസിഡൻറ്റും, കൂടാതെ ഓയിസ്ക ഇൻ്റർനാഷണൽ പ്രകൃതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ അതിൻ്റെ ഇനി വരാനിരിക്കുന്ന സെക്രട്ടറിയാണ്. അതിന് ഇൻസ്റ്റലേഷൻ 9-ാം തീയതിയാണ്. എല്ലാം ഇപ്പോൾ സമീപകാലങ്ങളിൽ അങ്ങനെ വരികയാണ്. മെയിൽ തന്നെയാണ് എല്ലാം വരുന്നു. ഇരിട്ടി സംഗീത സഭ 2019 രൂപീകരണമായി. ഇപ്പോൾ നമുക്ക് സംഗീത സഭയിൽ വന്നിട്ട് പ്രസിഡൻ്റ് ആണെങ്കിലും ശരി, രക്ഷാധികാരി ആയാലും ശരി, ഇല്ലെങ്കിലും ശരി, മെമ്പറായാലും നമുക്ക് ആ സംഘടനയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെന്നുള്ളത്. പൊസിഷൻ ഉണ്ടോ ഇല്ലെന്നുള്ള പൊസിഷൻ ഈസ് നൺ ഓഫ് അവർ എയിം. പക്ഷെ അത് വരുന്നതാണ്. നമ്മളിതെല്ലാം എയിം ചെയ്തിട്ടല്ല, ഓരോ കാഴ്ചപ്പാടുകളെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടല്ല. ഇപ്പോൾ രാഷ്ട്രീയത്തിലായാലും എന്തെങ്കിലും മുന്നിൽ കണ്ടുകൊണ്ടൊന്നുമല്ല. അത് വന്നാലും വന്നില്ലെങ്കിലും ഇപ്പോൾ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ജനങ്ങളെ സേവിക്കാനുള്ള ഒരു അവസരമാണ്. അതിനാണല്ലോ എല്ലാ രാഷ്ട്രീയത്തിൽ ഒരു പബ്ലിക് ലൈഫാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. പബ്ലിക് ലൈഫ്
അപ്പോൾ അത് ജനങ്ങൾക്ക് എന്തെങ്കിലും നന്മകൾ ചെയ്യാൻ പറ്റുന്ന അവസരങ്ങൾ പൊസിഷൻ ഉണ്ടെങ്കിലും ചെയ്യാമല്ലോ. അതാണ്. അപ്പോൾ നമ്മൾ ഈ മടിക്കേരി നമ്മൾ ഈ ഒരു നല്ല ടൂറിസ്റ്റ് പ്ലേസിൽ വന്നിട്ട് ഇവിടെ ഇരുന്നുകൊണ്ട് സംസാരിച്ച് കഴിഞ്ഞാൽ അതിനൊരു സുഖമില്ല. നമുക്ക് നടന്നുകൊണ്ട് ഇതിൻ്റെ പ്രകൃതി ആസ്വദിച്ചുകൊണ്ട് തീർച്ചയായിട്ടും കാര്യങ്ങളൊക്കെ സ്പന്ദനങ്ങൾ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാം അല്ലേ? യെസ്. എന്നാ വാ സാർ. അപ്പോൾ നമ്മൾ സംഘടനകളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ സാർ പെട്ടെന്ന് രാഷ്ട്രീയത്തിലേക്ക് വന്നു. അതെ. ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിൻ്റെ ആ ഒരു തലമൊക്കെ എങ്ങനെയാണ് സാർ? സാറിൻ്റെ ഒരു കാഴ്ചപ്പാടല്ലോ? എൻ്റെ കാഴ്ചപ്പാട് വ്യക്തിപരമായി പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ജനങ്ങൾക്ക് വേണ്ടിയാണല്ലോ. ഡെമോക്രസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർ ദ പീപ്പിൾ, ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഓഫ് ദ പീപ്പിൾ. അത് ഒരിക്കലും ഫോർ ദ പീപ്പിൾ ജനങ്ങളിൽ നിന്ന് അകന്നു പോകരുത്, ബൈ ദ പീപ്പിൾ ജനങ്ങളെ വിലയ്ക്ക് വാങ്ങുന്ന അവസ്ഥ വരരുത്. അങ്ങനെ ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ, ഓഫ് ദ ജനങ്ങളെ ഓഫാക്കുന്ന ആ രീതിയിലും വരരുത്. അപ്പോൾ ഡെമോക്രസിയുടെ അത് ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങൾ എല്ലാ രാഷ്ട്രീയക്കാരും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൽ ചില എറ്റിക്വറ്റ് ആൻഡ് മാനേഴ്സ് കണ്ണും പൂട്ടി ഇപ്പോൾ എൻ്റെ സ്വന്തം പാർട്ടിയിൽ എന്തെങ്കിലും ആളുകൾ തിന്മ ചെയ്താൽ അത് അപ്പാടെ വിഴുങ്ങുക, അല്ലെങ്കിൽ മറ്റുള്ള പാർട്ടിക്കാർ നന്മ ചെയ്യുന്നത് വന്ന് കാണാതിരിക്കുക, അല്ലെങ്കിൽ എതിർക്കുക. ആ പോളിസി എന്നെ വ്യക്തിപരമായിട്ട് എനിക്കില്ല. പക്ഷെ അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ ഇനിയിപ്പോൾ മുമ്പോട്ടുള്ള പോക്കുകളൊക്കെ അത് എങ്ങനെയായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. ഞാൻ തുറന്നു പറയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒന്നും കണ്ടിട്ടില്ലല്ലോ. നമുക്കൊരു നിലപാട്, സേവനമാണ്, ഒരു നിലപാട്. ആ നിലപാടിൽ നിൽക്കുകയാണ്. ഒന്നും കണ്ടിട്ടൊന്നുമില്ല. എന്നാൽ അതൊരു വിഷയമേ അല്ല. പക്ഷെ വരേണ്ടതൊക്കെ ഓട്ടോമാറ്റിക് ജനങ്ങളാണ് തീരുമാനിക്കുന്നതും ജനങ്ങളാണ് അത് ആ രീതിയിൽ കൺസിഡർ ചെയ്യുന്നത്. അതന്നെ. ഇരിട്ടിയിൽ 90 വർഷമുള്ളവർക്കും പോലും അറിയാത്ത ഇരിട്ടിയുടെ സ്പന്ദനങ്ങൾ അറിയുന്ന ഒരു ഡോക്ടറാണ് സാറ്. അപ്പം സാറിൻ്റെ ആ ഒരു സർവീസിലെ ആ ഒരു കാലഘട്ടം എങ്ങനെയായിരുന്നു സാർ നമ്മളെ ഇരിട്ടിയെ ബന്ധപ്പെട്ട്? ഇരിട്ടിയിൽ പായം ഗവൺമെൻറ് ഹോം ഡിസ്പെൻസറിയിൽ 5 വർഷം 91 മുതൽ 96 വരെ വർക്ക് ചെയ്തു. അപ്പോൾ തന്നെ കോളനി വിസിറ്റൊക്കെ നടത്താറുണ്ട്. തൊട്ടടുത്ത കോളനിയിൽ വന്നിട്ട് അപ്പോഴാണ് കോളനിയിൽ വന്നിട്ട് അവരുടെ പ്രയാസങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കോളനിയിലെ പോഷകാഹാരക്കുറവ് കാര്യങ്ങൾ. അപ്പോൾ അതിന് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പരിഹാരം എന്തൊക്കെയാണ്. അപ്പോൾ കോളനി വിസിറ്റ് രജിസ്റ്ററൊക്കെ അപ്പോൾ അങ്ങനെ ഡിസ്പെൻസറിയിൽ വർക്ക് ചെയ്യുന്ന ടൈം കൂടാതെ അപ്പോഴേ പുറത്തെല്ലാം പോയി വർക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ജനങ്ങളുടെ കാര്യങ്ങളൊക്കെ അറിയണമല്ലോ. അപ്പം നമ്മൾ ശമ്പളം വാങ്ങിക്കാനുള്ള ഉപാധിയല്ല സർക്കാർ ജോലി എന്ന് പറയുന്നത്. ശമ്പളം വാങ്ങിക്കാനുള്ള ഉപാധിയല്ല. സർക്കാർ ജോലി കിട്ടിക്കഴിഞ്ഞാൽ വളരെ സേഫായി കഴിഞ്ഞു, എല്ലാം ഓക്കെ, കുടുംബം ഭദ്രമായി. ആ കാഴ്ചപ്പാടല്ല, ചിന്തിക്കേണ്ട എന്നുള്ള ആ രീതിയിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായി. തീർച്ചയായും. മാത്രമല്ല, സർക്കാർ നമ്മൾ നിയമിച്ചിരിക്കുന്നത് വലിയൊരു മിഷൻ, അല്ലാതെ ശമ്പളം മേടിക്കാനുള്ള ഒരു ഉപാധിയായിട്ടല്ലല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ ആ മിഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യണം. നമ്മൾ കോൺട്രിബ്യൂഷൻ എന്നാൽ മാത്രമല്ലേ. അപ്പം നമുക്കൊരു മുഖമുണ്ട്, നമ്മൾ വെളിയെ കാണിക്കുന്ന ഒരു മുഖമുണ്ട്, ആൾ കാണുന്ന മറ്റൊരു മുഖമുണ്ട്. അപ്പം നമ്മുടെ മുഖം വികൃതമാണെങ്കിൽ അതാണ് വെളിയിലെ ആളുകൾ കാണുന്നത്. അത് നമ്മൾ എത്ര ഒളിപ്പിച്ച് വെച്ചാലും, എത്ര വേഷം വിട്ടാലും, എത്ര അഭിനയിച്ചാലും നമ്മുടെ യഥാർത്ഥ ആ വികൃതമായിട്ടുള്ള മുഖം പുറത്ത് വരിക തന്നെ ചെയ്യും. അത് കേരളത്തിലെ സമ്പൂർണ്ണ സാക്ഷരത കൈവച്ച ആളുകളും ഭയങ്കര സൈക്കോളജിസ്റ്റുകളാണ് കേരള ആളുകൾ. പെട്ടെന്ന് പിടിച്ചെടുത്ത് കളയും. അങ്ങനെ ഒന്നും നമുക്ക് അഭിനയിക്കാനൊന്നും പറ്റത്തില്ല. ഉള്ളതേ പുറത്ത് കാണിക്കാവൂ, പുറത്ത് വരാവൂ. ഉള്ളത് അത് തന്നെയാണ് ഇരിക്കേണ്ടത്, ഉള്ളിൽ ഇരിക്കേണ്ടതും. അത്തരം കാര്യങ്ങൾ. പക്ഷേ നിലപാടുകൾ ഇപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ചില വിഷയങ്ങൾ നമുക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല. പ്രതികരണം മനുഷ്യനല്ലേ, പ്രതികരണം വേണം. ഇപ്പം നമ്മൾ ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ JC ട്രെയിനേഴ്സ് എപ്പോഴും പറയുന്നത് ലീഡർഷിപ്പിൽ വന്നിട്ട് നമ്മൾ ഡെമോക്രാറ്റിക് ലീഡറുണ്ട്, ഓട്ടോക്രാറ്റിക് ലീഡറുണ്ട്, ലേസീസ് ഫെയർ എന്ന് പറയുന്ന. അത് ഡെമോക്രാറ്റിക് എന്ന് പറഞ്ഞാൽ തികച്ചും ജനാധിപത്യമായി ആളുകൾ നമ്മുടെ അനുയായികൾ എന്ത് പറയുന്നു ആ പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ പറയുന്ന പോലെ ചെയ്യുന്ന ജോലിക്കാരുടെ ജോലിയാണ് ഡെമോക്രാറ്റിക് ലീഡർ. ജോലിക്കാരുടെ ജോലിയാണ്. ഒരു ലീഡർ എന്ന് പറയുന്നത് ഐ ഹാവ് പവർ, ഐ വിൽ ഡു എനിത്തിങ് എന്നുള്ളതല്ലല്ലോ. അവർ നമ്മൾ നിയമിച്ചിരിക്കുന്ന ഒരു ദൗത്യത്തിനാണ്. അവർ ചെയ്തു കൊടുക്കുന്ന ജോലിക്കാരൻ മാത്രമാണ്, അല്ലാതെ കസേരയിൽ നെളിഞ്ഞിരിക്കുന്ന ഒരു ആളല്ല, രാജാവല്ല, ലീഡർ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഡെമോക്രാറ്റിക് ലീഡർ. പിന്നെ ഓട്ടോക്രാറ്റിക് ലീഡേഴ്സ് ഉണ്ട്. അപ്പോൾ ഓട്ടോക്രാറ്റിക് എന്ന് വെച്ചാൽ എല്ലാം സർവാധികാരം, സ്വച്ഛാധിപതി, എല്ലാം ഞാൻ അക്കോർഡിംഗ് ടു മൈ വിൻസ് ആൻഡ് ഫാൻസീസ് വിൽ ആൻഡ് പ്ലഷർ ഐ വിൽ ഡു എനിത്തിങ്. അപ്പോൾ അത് ഓട്ടോക്രാറ്റിക്. പക്ഷേ ലീഡർഷിപ്പിൽ ഈ ലേസീസ് ഫെയർ എന്ന് പറയുന്നത് അത് നമുക്ക് നമ്മുടെ കസേരയിൽ വന്ന് പലരും കയറിയിരിക്കുന്ന അവസ്ഥ. അത് നമ്മുടെ കൺട്രോളായിരിക്കില്ല, അത് പലരുടെയും കൺട്രോളായിരിക്കും. അപ്പോൾ അതൊരു ആ ചെയർമാൻഷിപ്പ് നഷ്ടപ്പെടുകയാണ്, ചെയർമാൻഷിപ്പ് ആൻഡ് പാർലമെൻ്ററി പ്രൊസീജിയർ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ആ ലേസീസ് ഫെയർ അല്ലാതെ സിറ്റുവേഷൻ ഡിമാൻഡാണ്. ലീഡർഷിപ്പ് ഏതാണ് നല്ലതെന്ന് പറയാൻ പറ്റില്ല. സിറ്റുവേഷൻ അനുസരിച്ച് ചിലപ്പോൾ ഓട്ടോക്രാറ്റ് ആകേണ്ടി വരും, ചിലപ്പോൾ ഡെമോക്രാറ്റ് ആകേണ്ടി വരും. 90% ഡെമോക്രാറ്റ് തന്നെയാണ്, 10% ചിലപ്പോൾ ഓട്ടോക്രാറ്റ് ആകേണ്ടി വരും. അപ്പോൾ സാറിങ്ങനെ വന്നു, നല്ല ഒരു പ്രവർത്തനങ്ങളൊക്കെ നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഫാമിലി വന്നിരുന്നു ആ ടൈമിൽ സാറിൻ്റെ കൂടെ? ഞാനും എൻ്റെ അങ്കിളും
ഫാദറിനെല്ലാം ഒരുമിച്ച് വന്നതിന് ശേഷം പിന്നീട് ഞാൻ ലീവ് എടുത്ത് ഒരു 5 days 6 days വർക്ക് ചെയ്തിട്ട് ലീവ് എടുത്തിട്ട് പോയി ട്രെയിനിൽ കൂട്ടി വന്നു. അങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ ഇരിട്ടിയിൽ വന്നപ്പോൾ നിങ്ങളുടെ ഫാമിലിയുടെ താമസവും കാര്യങ്ങളൊക്കെ എവിടെയായിരുന്നു? താമസം വാടകയ്ക്ക് ഒരു വീട്ടിൽ അവിടെ വെളിമാനത്താണ് താമസം ഉണ്ടായിരുന്നത്. വെളിമാനം. അപ്പോൾ അവിടെ വെളിമാനമൊക്കെ നല്ല ഒരു അന്ന് പ്ലാസ്റ്റിക് ഒന്നുമില്ലല്ലോ, നല്ല വൃത്തിയായിട്ടുള്ള സ്ഥലങ്ങളായിരുന്നു. 91 ഇവിടെ വരുമ്പോൾ അത് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം അന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. ഇപ്പോൾ എവിടെ പോയാലും പ്ലാസ്റ്റിക് കുപ്പികൾ. നമ്മുടെ അന്നത്തെ റോഡുകളൊക്കെ വന്നിട്ട് ഇന്നത്തെ റോഡുകൾ പോലെയല്ല, ഇപ്പോൾ കുറച്ചുകൂടി വീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കശുമാവ് അവിടെ എല്ലാം കൊഴിഞ്ഞു കിടക്കുന്നത് ഭയങ്കര രസമായിരുന്നു. കുറച്ചുകൂടി നല്ല സൗന്ദര്യം ഉള്ള ഒരു സിറ്റിയായിട്ട് തോന്നിയിരുന്നു. ഇപ്പോഴാണ് കുറച്ചുകൂടി മാലിന്യങ്ങളും കാര്യങ്ങളും. ഇപ്പോൾ ഹരിതകർമ്മസേനയൊക്കെ വളരെ കഷ്ടപ്പെട്ട് ഇതെല്ലാം നീക്കം ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ ആളുകൾ ചിന്തിക്കണ്ടേ? അപ്പോൾ എവിടെ നോക്കിയാലും വേസ്റ്റുകളും കാര്യങ്ങളും കുപ്പികളും ആ രീതിയിലൊക്കെ. ഇപ്പോൾ നമ്മൾ നിർദ്ദിഷ്ട ഇക്കോ പാർക്കുമായി ബന്ധപ്പെട്ട് കുറേ എപ്പിസോഡ്സിൽ നിങ്ങൾ ചെയ്തിരുന്നല്ലോ. അപ്പോൾ അവിടെ നമ്മൾ കണ്ട കാഴ്ചകളൊക്കെ ഇവിടെ വീണ്ടും പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ അന്ന് കുറച്ചുകൂടി നല്ല ഭംഗിയായി നല്ല പ്രകൃതി രമണീയമായ സ്ഥലവും ഇത്ര ഹീറ്റൊന്നും ഇന്നില്ല. ഇപ്പോൾ അന്ന് നമ്മുടെ ആഗോള താപനില തന്നെ മാറിയല്ലോ, ഇത്ര ചൂടൊന്നുമില്ല. മാത്രമല്ല 6 മാസം മഴ അങ്ങനെ ഉണ്ടായിരുന്നു, ഭയങ്കര രസമായിരുന്നു. 6 മാസം മഴ എന്നുള്ള രീതിയിൽ ഇവിടെ ചിറാപുഞ്ചി പോലെയൊക്കെ ആ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ മാറി. ഇപ്പോൾ എന്ത് ചൂട്, ഭയങ്കര സഹിക്കാൻ പറ്റാത്ത ചൂടാണല്ലോ. അപ്പോൾ അന്ന് കശുവണ്ടി കടത്തുന്ന ഇതൊക്കെ ഉണ്ട്. അന്ന് കശുവണ്ടിക്ക് അവിടെ കർണാടക സ്റ്റേറ്റിൽ നല്ല വിലയുണ്ടായിരുന്നു. അപ്പോൾ അത് ആളുകൾ വന്നിട്ട് ഇവിടെ നിന്ന് തലച്ചുമടായിട്ടൊക്കെ മാക്കൂട്ടത്ത് വലിയൊരു ഉത്സവം പോലെയാണല്ലോ. അപ്പം പലപ്പോഴും ഞാൻ പറഞ്ഞില്ല, ആഴ്ചയ്ക്ക് ഒരിക്കൽ വീരാജ്പേട്ട ടൗൺ സന്ദർശിക്കാനൊക്കെ പോകും. അപ്പോൾ അങ്ങനെ മാക്കൂട്ട വഴി പോകുമ്പോൾ ഭയങ്കര രസമാണ്. അവിടെ കുറച്ച് ഒരുപാട് സാധനങ്ങളൊക്കെ അവിടെ വിൽക്കാനും വലിയൊരു കച്ചവടം, ഒരു കമ്പോളം, ചന്തയാണ്, ഒരു കമ്പോളം തന്നെ. അപ്പോൾ അത് ഭയങ്കര രസമാണ്. അത് ആളുകളൊക്കെ ഒന്ന് കൊണ്ടുപോകുന്നതും പിന്നെ തിരിച്ച് വരുമ്പോൾ വന്നിട്ട് അതെല്ലാം വാങ്ങി വരുന്നതും. അപ്പോൾ അങ്ങനെയുള്ള ഒരു 33 വർഷം മുമ്പുള്ള ഇരട്ടിയും ഇപ്പോഴത്തെ ഇരട്ടിയും തമ്മിൽ വന്നിട്ട് നമുക്ക് ഒരു കമ്പാരിസൺ ചെയ്യാനേ പറ്റും. വികസനം അത് വേറെ. വികസനം നമുക്ക് ഈ കുന്നും അതുപോലെ തോടുകളും ഉള്ള ആ രീതിയിൽ, അതാണ് നമുക്ക് പഴശ്ശി പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് ഏരിയ കുറച്ച് കുറവല്ലേ. അപ്പോൾ പലപ്പോഴും കുന്നുകളൊക്കെ ഇടിച്ചാണ് വികസനം വന്നിട്ടുള്ളത്. അത് നമുക്കത് അൺഅവോയ്ഡബിളാണ്, വേറെ വഴിയില്ലാത്തതുകൊണ്ട്. കാരണം ഇത്രയും വലിയ നോക്കുമ്പോൾ ഇന്നിപ്പോൾ തന്നെ അന്നൊന്നും വണ്ടികളൊന്നുമില്ല. അന്ന് വന്നിട്ട് ബൈക്കുകളെല്ലാം വളരെ കുറവാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഉൾപ്പെടെ 4 പേർക്കാണ് ഇവിടെ ബൈക്ക് ഉണ്ടായിരുന്നത് എൻ്റെ അറിവിൽ. 91 ബൈക്കുകളെല്ലാം കുറവ്. അപ്പോൾ മഴയൊക്കെ നിറഞ്ഞങ്ങ് പോവും, കുട്ടികളെല്ലാം ബൈക്കിൽ കയറ്റി കൊണ്ടുപോകും, അങ്ങനെ പോകും. അന്ന് ഹെൽമെറ്റ് ഒന്നും വെക്കുന്ന നിർബന്ധമൊന്നുമില്ലായിരുന്നില്ല. മഴയൊക്കെ നിറഞ്ഞങ്ങ് പോകും. ഡ്യൂട്ടിക്ക് പോകുമ്പോൾ തന്നെ അവിടെ നിറഞ്ഞിട്ട് അവിടെ പോയിട്ട് എല്ലാം ഒന്ന് പിഴിഞ്ഞിട്ടാണ് അങ്ങനെ കയറുക. അപ്പോൾ പറഞ്ഞു വരുന്നത് അന്ന് വാഹനങ്ങളും വളരെ കുറവായിരുന്നു. അന്ന് ജീപ്പുകളൊക്കെയാണ്, 4 വീൽ ഡ്രൈവ് ജീപ്പുകൾ കാര്യങ്ങൾ. അപ്പോൾ ഓരോ എസ്റ്റേറ്റുകളുടെ കാര്യങ്ങൾ ജീപ്പുകളൊക്കെ ഉണ്ടാവും. ഇന്നാണെങ്കിൽ കീഴൂരുള്ള എൻ്റെ ക്ലിനിക്കിൽ നിന്നും ഒരു 7:30 മണി 8 മണി സമയത്ത് റോഡിലെ വണ്ടി കയറ്റാൻ പറ്റാത്ത രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടികൾ ഒരു 5 മിനിറ്റോളം നിൽക്കേണ്ട സ്ഥിതി. അപ്പോൾ നമ്മളാരും കടത്തി വിടുന്നില്ല. തൊട്ടടുത്ത് ഫ്രണ്ടിൽ വരുന്ന വണ്ടിയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരുത്തന്നെ റോഡിൽ കയറാൻ വേണ്ടി എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒന്ന് സ്പീഡ് കൂട്ടും, ലൈറ്റ് അടിച്ച് കാണിക്കും, ഞാൻ പോയതിനു ശേഷം കയറ്റിയാൽ മതി എന്നുള്ള രീതിയിൽ. അപ്പോൾ പലപ്പോഴും അതുപോലെ വന്നിട്ട് നമ്മുടെ യൂണിയൻ ബാങ്കിൻ്റെ അടുത്തൊക്കെ വന്നിട്ട് വണ്ടി വച്ചിട്ട് എന്തെങ്കിലും സാധനം വാങ്ങിക്കാൻ വേണ്ടി അങ്ങോട്ട് പോകുമ്പോൾ റോഡ് ക്രോസ് ചെയ്യാൻ പറ്റില്ല. അത്ര ഭയങ്കര ട്രാഫിക് ഇഷ്യൂ വന്നിരിക്കുകയാണ്. അത് ശരി, വികസനം നല്ലത് തന്നെയാണ്, അത് ആ അർത്ഥത്തിലല്ല. ആ പഴയ കാലം കമ്പയർ ചെയ്യുമ്പോൾ ഇത്രത്തോളം ഈ രീതിയിലല്ലായിരുന്നു. ഇന്ന് ഇത്ര ചൂടില്ല, വികസനം വന്നപ്പോൾ ചൂട് കൂടി. കോൺക്രീറ്റ് ബിൽഡിങ്ങുകൾ, അതൊരു മരങ്ങൾക്കും വൃക്ഷങ്ങൾക്കും പകരം കോൺക്രീറ്റ് ബിൽഡിങ്ങുകൾ ഉയർന്നപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഇരിട്ടിയുടെ സൗന്ദര്യവും വളരെ കുറഞ്ഞു. ഇത്തരം ഒരുപാട്, അതായത് കാച്ച്മെന്റ് ഏരിയ ആണ്. അതായത് വന്നിട്ട് ഇപ്പോൾ ഒരുപാട് വാണിപ്പാറ, ഉളിക്കൽ, ഇതെല്ലാം കീഴ്പള്ളി, ഇങ്ങനെ വിവിധ നാനാഭാഗങ്ങളിൽ നിന്നെല്ലാം നമ്മുടെ ആശ്രയിക്കുന്ന ഏക ടൗൺ എന്ന് പറയുന്നത് ഇരട്ടിയാണ്. അപ്പോൾ മുനിസിപ്പാലിറ്റി എല്ലാം വന്നിട്ട് ഇന്ന് മാത്രം വളരെ പ്രയാസം അനുഭവിച്ചാണ് ഇതെല്ലാം വന്നിട്ട് ക്ലീൻ ചെയ്യുക. അപ്പോൾ അത് ഓരോ വ്യക്തികളും, ഞാൻ ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ ഒരു 10 ദിവസം മുന്നേ യുവകലാ സാഹിത്യത്തിൽ ഞാൻ അത് വീഡിയോ കൊടുത്തിരുന്നു. ജസ്റ്റ് ഒരു 500 മീറ്റർ അല്ല 100 മീറ്റർ ആണെന്നോ, 100 മീറ്റർ ഒന്ന് നടന്നു. ജസ്റ്റ് ഇവിടെ എന്തോ സാധനം വാങ്ങിച്ചിട്ട് നടന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ സൈഡിലൊക്കെ നോക്കിയപ്പോൾ ചളിങ്ങിയ കുപ്പികൾ, പ്ലാസ്റ്റിക് കുപ്പികൾ, അത് എത്രയോ 6 മാസമായിട്ട് പൊടി പിടിച്ച് ചളി പുരണ്ട കുപ്പികൾ, പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ, അതുപോലെ ഈ ഓരോ വേസ്റ്റുകൾ ആളുകൾ പൊതിഞ്ഞ് അവിടെ സൈഡിലൊക്കെ കിടക്കുന്നത്. അപ്പോൾ നോക്കുമ്പോൾ വന്നിട്ട് ഒരു 200 കുപ്പികൾ ഞാൻ കണ്ടു. 100 മീറ്റർ ദൂരത്തിൽ 200 പ്ലാസ്റ്റിക് കുപ്പികൾ കണ്ടു. അപ്പോൾ ഇതൊക്കെ വന്നിട്ട് എങ്ങനെയാണ് ഏത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം വിചാരിച്ചാലും
ഇതെങ്ങനെ ഇത്രയും വന്നിട്ട് പ്രാക്ടിക്കൽ അല്ല. ഇത് അതായത് ഉളിക്കൽ തൊട്ട് ഇരിട്ടി വരെയുള്ള ഏരിയയിൽ നോക്കിയാൽ അറിയാം, റോഡ് അരികിൽ ഇതൊക്കെ പ്രാക്ടിക്കൽ അല്ലല്ലോ. നഗരസഭയിലുള്ള ഏരിയ ഓക്കെ, അത് ക്ലീൻ ആക്കാൻ പറ്റും. അതുപോലെ വീടുകളിൽ ശേഖരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് തന്നെ ഞാൻ സാധാരണ തുണിസഞ്ചി എപ്പോഴും കരുതുന്നതാണ്. അത് ഇന്ന് എങ്ങനെ എടുക്കാൻ വിട്ടുപോയതുകൊണ്ടാണ് വീരാജ്പേട്ടയിൽ പച്ചക്കറി വാങ്ങിച്ചപ്പോൾ അവർ തന്ന ക്യാരി ബാഗിൽ കൊണ്ടുവരേണ്ടതുണ്ട് ഉള്ള സ്ഥിതി വന്നത്. സാധാരണ ഞാൻ അവോയ്ഡ് ചെയ്യുന്നതാണ് തുണിസഞ്ചി. അന്ന് കേരളത്തിൽ ആദ്യമായിട്ട് ഇവിടെ ഈ ഇരട്ടിയിൽ വന്നപ്പോൾ തുണിസഞ്ചി കൊണ്ടുപോകുമ്പോൾ ആളുകൾ കളിയാക്കും, എൻ്റെ സുഹൃത്തുക്കളൊക്കെ. നമ്മൾ പാണ്ടി സൈഡിൽ വന്നിട്ട് അതിന് മുദ്ര കുത്തു കഴിയും. ഒരു കൂട്ട് പെരുങ്ക എന്ന് പറഞ്ഞിട്ട് ഒരു മഞ്ഞ കളറിലുള്ള ഒരു ബാഗുണ്ട് തുണിസഞ്ചി. ആ കായം ഒരുപാട് ഇങ്ങനെ ഹോൾസെയിലായിട്ട് വരുന്നത് ആ തുണിസഞ്ചിയൊക്കെ പിടിച്ചിട്ട് കടയിൽ പോയി വാങ്ങി. ഞാനതൊന്നും അങ്ങനെ കളിയാക്കിയല്ലാതെ നമ്മൾ മൈൻഡ് ചെയ്യാറില്ല. അവിടെ തുണിസഞ്ചി പിടിച്ചു. ഇപ്പോഴും ഞാൻ തുണിസഞ്ചി അല്ല, ഇപ്പോഴും കാലം മാറി. അതെ, നമ്മളെ കളിയാക്കിയവർ ഇപ്പോഴും അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതുപോലെ ഈ നമ്മളിത് ഇപ്പോൾ കണ്ടല്ലോ, ഇപ്പോൾ രാജാ സീറ്റും ഇതുപോലെ നമ്മുടെ ഫോർ എക്സാമ്പിൾ കാഞ്ഞിരക്കൊല്ലി തന്നെ നമ്മളെടുത്താൽ അതിൻ്റെ സൗകര്യങ്ങൾ നോക്കുമ്പോൾ അവിടുത്തെ ഭൗതിക സൗകര്യം പറയുകയാണ്. ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന സൗകര്യമല്ല, നാച്ചുറലായിട്ടുള്ള സൗകര്യം നോക്കുമ്പോൾ അതിൻ്റെ പകുതിയേ ഉള്ളൂ. പക്ഷേ ഇതിലെ വികസനം അതുമായിട്ട് കമ്പാരിസൺ ചെയ്യാൻ പറ്റുമോ? നമ്മൾ കേരളത്തെ തള്ളി പറയുന്നതല്ല, ടൂറിസം വികസന സാധ്യതകളിൽ ഒരുപാട് നാഴികക്കല്ലുകൾ പിന്നിടാനുണ്ട് കേരളം. അത് എന്തുകൊണ്ടാണ് ഏത് മാറി വരുന്ന സർക്കാരുകളായിക്കോട്ടെ, ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ പറയുന്നതല്ല, എനിക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ, ആരാ ഭയപ്പെടണം. മാറി വരുന്ന സർക്കാരുകളാണെങ്കിൽ പോലും ടൂറിസം വിഷയങ്ങളിൽ വന്നിട്ട് അത്ര ഊന്നൽ കൊടുക്കുന്നില്ല. അപ്പോൾ ഇരട്ടിയിൽ തന്നെ ഇപ്പോൾ റീസെൻ്റായിട്ട് നിങ്ങളുടെ പരമ്പരയൊക്കെ ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒന്ന് നഗരസഭ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി. അത് അടുത്ത 2 മാസം കൊണ്ട് ഒരു കർമ്മ പദ്ധതി തയ്യാറാക്കാൻ പോവാണ്. അത് എപ്പോഴേ മുമ്പേ ചെയ്യേണ്ട ഒരു വിഷയമാണ്, മുന്നേ ചെയ്യാം. അപ്പോൾ അതുപോലെ നമുക്ക് വികസന ഇപ്പോൾ എല്ലാവരും ഊട്ടി പോവുകയാണ്, എല്ലാവരും വന്നിട്ട് മെർക്കാര വരികയാണ്, മൈസൂർ പോവുകയാണ്. ഇപ്പം നമ്മൾ കേരളത്തിൽ അങ്ങനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മുടെ ഏതല്ലാതെ മൂന്നാർ അല്ലാതെ വേറെ ഒരു പ്രത്യേകിച്ച് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ കുറവാണ്. അപ്പോൾ അതിന് ആളുകളെ അട്രാക്ട് ചെയ്ത് ഇപ്പോൾ ഇരിട്ടിയിലെ ഇത്രയും ഒരുപാട് വികസനം ഇങ്ങനെ ടൂറിസത്തിന് വന്ന് പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ചെറുകിട വ്യവസായം വരും, ചെറുകിട കടകൾ വരും, ഒരുപാട് ആളുകൾക്ക് തൊഴിലുണ്ടാവും, ആളുകൾ അത് വെച്ച് ജീവിക്കും. അങ്ങനെ ഒരു വികസനം അതല്ലേ, അപ്പോൾ അതിന് വരുമാനം കൂടി വരികയല്ലേ. ആ രീതിയിലാണ് ഇരിട്ടിയിൽ പായത്താണ് ഡിസ്പെൻസറിയിലാണ് വന്നത്. അതിനുശേഷമുള്ള സാറിൻ്റെ സർവീസ് ജീവിതം എങ്ങനെയായിരുന്നു? 96 മുതൽ 5 വരെ പായം ഗവൺമെൻറ് ഹോം ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസർ. അത് 96 വാണിപ്പാറ ഗവൺമെൻറ് ഹോം ഡിസ്പെൻസറിയിൽ ഒരു 2002 വരെ വർക്ക് ചെയ്തു. അതിനുശേഷം കുറച്ചു കാലം മട്ടന്നൂർ പോയപ്പോൾ അവിടുത്തെ ജനങ്ങൾ ഇടപെട്ടിട്ട് കബീറാണെന്നും മന്ത്രി ശ്രീ കബീർ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ട് നമുക്ക് ആവശ്യമാണെന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ ഇടപെട്ട് എന്നെ തിരിച്ചിവിടെ കൊണ്ടുവന്നു വാണിപ്പാറ. അതിനുശേഷം മുഴക്കുന്നിൽ ട്രാൻസ്ഫറായി. മുഴക്കുന്നിൽ നിന്നും പിന്നീട് ചീഫ് മെഡിക്കൽ ഓഫീസറായിട്ട് ഫസ്റ്റ് പ്രൊമോഷൻ, ഞങ്ങൾ മെഡിക്കൽ ഓഫീസർ, ചീഫ് മെഡിക്കൽ ഓഫീസർ, പിന്നെ ഹോസ്പിറ്റൽ സൂപ്രണ്ട്, ദെൻ DMO, ഡെപ്യൂട്ടി ഡയറക്ടർ, 5 പോസ്റ്റേ ഉള്ളൂ. കാരണം ഒരു കാറ്റഗറി അൺലൈക്ക് ആരോഗ്യവകുപ്പ്, നമ്മുടെ ഹെൽത്ത് സർവീസസ് പോലെ വലിയ ഡിപ്പാർട്ട്മെൻ്റ് അല്ലല്ലോ, ഒരു ചെറിയ ഡിപ്പാർട്ട്മെൻറ്റാണ്. ഒരു അന്നത്തെ കണക്കനുസരിച്ച് 750-800 ഓഫീസേഴ്സാണ് ഉള്ളത്. ഇപ്പോൾ ഇന്നത്തെ ലേറ്റസ്റ്റ് കണക്ക് എനിക്ക് അറിയില്ല. മുഴക്കുന്നിൽ നിന്നും പിന്നെ അഴീക്കോടിലേക്ക് ചീഫ് മെഡിക്കൽ ഓഫീസറായിട്ട് പ്രൊമോഷൻ ലഭിച്ചു. അവിടെ പോയി. അവിടെ നിന്ന് വീണ്ടും പേരാവൂർ ചീഫ് മെഡിക്കൽ ഓഫീസർ പോസ്റ്റ് പേരാവൂരിലേക്ക് വന്നു. പേരാവൂർ വന്നു കഴിഞ്ഞ ശേഷം പുറമേരിയിൽ ആസ്പത്രി സൂപ്രണ്ടായിട്ട്, താലൂക്ക് ഹോമിയോ ഹോസ്പിറ്റൽ പുറമേരി, അവിടെ ഹോസ്പിറ്റൽ സൂപ്രണ്ടായിട്ട് പ്രൊമോഷൻ ലഭിച്ച് അവിടെ പോയി, 3ാമത്തെ പ്രൊമോഷൻ. അതിനുശേഷം കണ്ണൂരിൽ ഹോസ്പിറ്റൽ സൂപ്രണ്ടായിട്ട് അതേ തസ്തികയിൽ തിരിച്ചു വന്നു. കണ്ണൂർ ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റൽ, ഞങ്ങൾ ഹോമിയോപ്പതിയുടെ ജില്ലാ ഹോസ്പിറ്റലിൽ വന്നു. അങ്ങനെ ഇരിക്കവേ DMOയുടെ അഡീഷണൽ ചാർജും കാസർഗോഡ് DMO ആയിട്ട് 2017 പ്രൊമോഷനായി. കണ്ണൂരിലെ DMO വരുന്ന 8 മാസം DMO ചാർജിലുണ്ടായിരുന്ന 8 മാസക്കാലം 105 സ്ഥാപനങ്ങളും സന്ദർശിച്ച ഏക DMO ആയിരുന്നു ചരിത്രത്തിൽ, നമ്മുടെ ഇതുവരെയുള്ള ഹിസ്റ്ററിയിൽ. അത്തരം സ്ഥാപനങ്ങൾക്ക് സന്ദർശിക്കാൻ ആളുകൾക്ക് ഡോക്ടർമാർ ഓഫീസർ 8 മാസം ഇടയ്ക്ക് ഗ്യാപ്പുണ്ട്. അങ്ങനെ മുഴുവൻ 8 മാസം എന്ന് പറയാൻ പറ്റില്ല. അതിന് നമ്മൾ ഓരോ സ്ഥാപനങ്ങളിലുള്ള വികസനമാണ് നമ്മൾ നോക്കുന്നത്. അല്ലാതെ ഡോക്ടർമാരെ പോയിട്ട് അവിടെ പോയിട്ട് ബ്യൂറോക്രാറ്റായിട്ട് കണ്ണൂരിട്ടാനോ പേടിപ്പിക്കലാകും ഒരിക്കലുമില്ല.
ഏകദേശം 27 വർഷം സർവീസിലുണ്ടായിരുന്നല്ലോ. അതെ. അതായത് മറക്കാൻ പറ്റാത്ത അനുഭവം എന്താണ് സാർ? അതിൽ ഇപ്പോൾ DMO വരുന്ന സമയത്ത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ട് ഒരു ടെലിഫിലിം നിർമ്മിക്കാൻ അവസരം കിട്ടി. ഗവൺമെൻറ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ്. സദ്ഗമയ എന്ന് പറഞ്ഞ ഒരു പ്രൊജക്റ്റ് ഉണ്ട്. കുട്ടികളുടെ ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള വൈകല്യങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ പ്രൊജക്റ്റാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു ടെലിഫിലിം. അപ്പോൾ അത് അന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹമാണ് ആമുഖമായിട്ട് അതിൽ സംസാരിച്ചിട്ടുള്ളത്. നമ്മുടെ അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി കെ ശൈലജ ടീച്ചർ, അതുപോലെ നമ്മുടെ ഇപ്പോൾ MLA ആയിട്ടുള്ള നമ്മുടെ അഴീക്കോട് MLA സുമേഷ് അദ്ദേഹം, നമ്മുടെ ജനപ്രതിനിധികളൊക്കെ അതിൽ അപ്പിയർ ചെയ്ത് അവരുടെ പൈസ എടുത്തിട്ട് ആ രീതിയിലുള്ള ടെലിഫിലിം, ഒരു ഫിലിമായിട്ട് തന്നെ ഒരു കഥയൊക്കെ നമ്മൾ സ്റ്റോറിയൊക്കെ ഉണ്ടാക്കി ആ രീതിയിൽ അത് വലിയൊരു ഡിപ്പാർട്ട്മെൻറ്റ് വലിയ നേട്ടമായി മാറിയിരുന്നു. അതുപോലെ സ്വാതന്ത്ര്യത്തിൻ്റെ പരേഡിൽ ആദ്യമായിട്ട് ഒരു ജില്ലയിൽ നമ്മുടെ ഒരു ഫ്ലോട്ട് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ കൂടാതെ ഈ സ്ഥാപനങ്ങൾ, എല്ലാ സ്ഥാപനങ്ങളെയും ഗൂഗിൾ മാപ്പിൻ്റെ കീഴിൽ കൊണ്ടുവരാനുള്ള അവസരം കിട്ടി. അത് കളക്റ്റഡ് അപ്രീസിയേഷൻ കിട്ടിയിരുന്നു. ഗൂഗിൾ മാപ്പിൽ 105 സ്ഥാപനങ്ങളെയും ഞങ്ങൾ അതിൽ കൊണ്ടുവന്നിരുന്നു. ഡിപ്പാർട്ട്മെൻറ്റിൽ എനിക്ക് ഒരു അവാർഡിന് ഞാൻ ഒരു ബിഡ് ചെയ്തിരുന്നു. ഒരുപാട് മെഡിക്കൽ ക്യാമ്പുകൾ കണ്ടക്ട് ചെയ്തു. ഇതുപോലെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിവിധ തസ്തികളിലൊക്കെ വർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നീണ്ട ഒരു ഫയൽ ഞാൻ അയച്ചിരുന്നു. അവാർഡ് കിട്ടിയിരുന്നില്ല. പക്ഷേ അതിൽ പല ക്രൈറ്റീരിയാസ് ഉണ്ട്. അതിൽ ഒരു ക്രൈറ്റീരിയ പുസ്തകം എഴുതിയിട്ടില്ല എന്നുള്ള ഒരു ക്രൈറ്റീരിയയിൽ എനിക്ക് അവാർഡ് നഷ്ടപ്പെട്ടു. അപ്പോൾ അവാർഡിന് പരിഗണിക്കപ്പെട്ടു എന്നുള്ളതിൽ, അതായത് ഡിപ്പാർട്ട്മെൻറ്റിലെ ബെസ്റ്റ് ഡോക്ടർ അവാർഡിന് പരിഗണിക്കപ്പെട്ടു എന്നുള്ളതിൽ എനിക്ക് സന്തോഷവും ചാരിതാർത്ഥ്യവും ഉണ്ട്. ഇനി ഒരു പുസ്തകം എഴുതാനുള്ള പുറപ്പാടിലാണോ? പുസ്തകം ഞാൻ യഥാർത്ഥത്തിൽ ECG, അതുപോലെ ഡയഗ്നോസിസ് മെയ്ഡ് ഈസി, അതുപോലെ എക്സ്റേ ഡയഗ്നോസിസ് മെയ്ഡ് ഈസി, ലാബറട്ടറി ഡയഗ്നോസിസ് മെയ്ഡ് ഈസി, ഇത്തരം സബ്ജക്റ്റുകളിൽ, അതായത് ഞാൻ കോളേജിൽ പഠിപ്പിക്കുമ്പോൾ എൻ്റെ സബ്ജക്റ്റ് പ്രാക്ടീസ് ഓഫ് മെഡിസിൻ സബ്ജക്റ്റായിരുന്നു. അപ്പോൾ അസുഖങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ഇത്തരം സബ്ജക്റ്റുകളിലൊക്കെ ഞാൻ കണ്ടിന്യൂ മെഡിക്കൽ എഡ്യൂക്കേഷൻ ക്ലാസ് എടുക്കാറുണ്ട് ഡോക്ടർമാർക്ക്. അപ്പോൾ അതുകൊണ്ട് ECG ഇൻ്റർപ്രിട്ടേഷൻ മെയ്ഡ് ഈസി എന്നുള്ളൊരു ബുക്ക് ഞാൻ എഴുതിക്കൊണ്ട് വരികയാണ്. അതിൽ ഇല്ലസ്ട്രേഷൻസ് ഉൾപ്പെടെ തയ്യാറാക്കി വരികയാണ്. സിമ്പിളായിട്ട് ഒരു ബിഗിനേഴ്സ് ഗൈഡ്, തുടക്കക്കാർക്കുള്ള ECG കണ്ടാൽ നമുക്കത് മനസ്സിലാക്കാൻ അറിയണം. അങ്ങനെ ഒരു പുസ്തകം അന്ന് എഴുതിയിരുന്നത് ഒരുപക്ഷെ അവാർഡ് കിട്ടിപ്പോയേനെ. അപ്പം അവാർഡിന് ഒക്കെ കൊടുത്തു. പക്ഷെ ആ ഒരു ലെവലിലെത്തി, അത് തന്നെ ഏറ്റവും വലിയൊരു സന്തോഷമുള്ള കാര്യമല്ലേ. നമ്മളൊരു ജീവിതത്തിൽ ഇത്രയും മഹത്തായ ഒരു അവാർഡിന് പരിഗണിച്ചു എന്നുള്ളത് തന്നെ. അപ്പോൾ സാറിൻ്റെ പുസ്തകങ്ങളൊക്കെ യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതോടൊപ്പം സാറിൻ്റെ ഹോബികൾ എന്തൊക്കെയാണ്? ഹോബികൾ യഥാർത്ഥത്തിൽ എനിക്ക് അറിയാം സാറിൻ്റെ ഹോബികൾ എന്തൊക്കെയാണെന്ന്, പക്ഷേ അത് നമ്മുടെ പ്രേക്ഷകരെ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ചെറിയ സമയം കിട്ടിയാൽ തന്നെ ഞാനൊരു പാട്ട് പാടാൻ നോക്കും. പാടണമെങ്കിൽ ഒറിജിനൽ പാട്ട് 2-3 പ്രാവശ്യം കേൾക്കണം. അപ്പോൾ ഇന്ന് തന്നെ ഞാനിന്ന് രാത്രി പോയിട്ട് ഒരു പാട്ട് എൻ്റെ മൈൻഡിൽ അങ്ങനെ ഇന്നലെ തൊട്ടേ വന്നിരിക്കുകയാണ്. മീശമാധവൻ സിനിമയിലൊരു പാട്ട്, പെണ്ണേ പെണ്ണേ എന്നുള്ള പാട്ട്, നല്ലൊരു ഫേമസ് പാട്ടാണ്. ആ പാട്ട് 2-3 പ്രാവശ്യം കേട്ടു. അപ്പോൾ അതിന് മേൽ പോർഷനൊക്കെ വന്നിട്ട് നല്ലൊരു ഭംഗിയായിട്ട് അതിൻ്റെ മ്യൂസിക് കമ്പോസിഷൻ വന്നിട്ടുണ്ട്. വിദ്യാസാഗറുടെ മ്യൂസിക് ഡയറക്ഷനിൽ വന്നിട്ട് നല്ല ഒരു പാട്ട്, പെണ്ണേ പെണ്ണേ ഉൻ കല്യാണമാ, ആ പാട്ട്. അപ്പോൾ ആ പാട്ട് 2-3 പ്രാവശ്യം അങ്ങനെ കേട്ട് ഇന്ന് രാത്രി സമയം കിട്ടുമ്പോൾ അത് പാടാൻ വേണ്ടി സ്മ്യൂളിൽ നമുക്ക് പാടി വെക്കാമല്ലോ. സ്മ്യൂൾ എന്ന് പറയുന്നത് നല്ല ഒരു മാധ്യമമാണ്, നല്ല ഒരു എക്സസൈസാണ്. അതിലൂടെയാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ 4 വരി പാടാനൊക്കെ പഠിച്ചു. മറ്റവിടെ മ്യൂസിക്കുമായിട്ട് ഒരു ബന്ധവുമില്ല. പക്ഷെ ഇതിൽ ഇത്രയും പാട്ടുകളൊക്കെ ഇങ്ങനെ പാടി ഇതൊക്കെ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ ഒരു തെറ്റ് പറ്റിയാൽ അറിയാം, അവിടെ താളത്തിൻ്റെ ഒന്ന് ബീറ്റിൽ വന്നിട്ടില്ല, ആ ബീറ്റിന് ശേഷം ബീറ്റ് സ്ലിപ്പായിട്ടുണ്ടെന്ന് ഇപ്പോൾ മനസ്സിലാവും. അന്ന് അതൊന്നും മനസ്സിലാവില്ലായിരുന്നു. അപ്പോൾ സാറിപ്പം ഇരിട്ടിയിൽ വന്നിട്ട് അന്നത്തെ കാലത്തൊരു തമിഴ് ഡോക്ടർ വരുവാണെങ്കിൽ അന്നത്തെ പേഷ്യൻസിൻ്റെ നാട്ടുകാരുടെയൊക്കെ തമിഴൻ ഡോക്ടർ എന്നൊക്കെയാണ് വിളിച്ചുകൊണ്ടിരുന്നത്. സാർ പാണ്ഡ്യെന്നും പറയും, പാണ്ഡ്യ ഡോക്ടർ. പിന്നെ അതിനുശേഷം അവരുടെ ഹൃദയം കീഴടക്കി. അത് ഞാനായിട്ട് അങ്ങനെ എന്ത് പറയാനാ. ഇരിട്ടിക്ക് എന്താണ് ഇനി വേണ്ടത് എന്ന് സാറിനോട് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ സാറിന് എന്താണ് പറയാൻ പറ്റുക? ഇനി ഇരിട്ടിക്ക് വേണ്ടത് തീർച്ചയായിട്ടും ഇരിട്ടിയുടെ സൗന്ദര്യ വർധനവ് തന്നെയാണ്. അപ്പം അതിന് നമുക്ക് ഈ പുഴയും കാച്ച്മെൻറ്റ് ഏരിയ ആയിട്ട് കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ വെറുതെ കിടക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഇപ്പോൾ പുതിയ തീരുമാനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടി ഇരിട്ടി ഒരു ക്ലീൻ സിറ്റി ആയിട്ടും ഗ്രീൻ സിറ്റി ആയിട്ടും ഒക്കെ മാറണം. ഇപ്പോൾ നമ്മുടെ
വോയിസ് കൈയുടെയും യുവകലാ സാഹിതിയുടെയൊക്കെ വന്നിട്ട് ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഒന്ന് അതാണ്. അപ്പോൾ അതിന് ഞങ്ങൾ ഈ 2 സംഘടനയും വന്നിട്ട് എന്ത് വില കൊടുത്തും എന്തിനും തയ്യാറായിട്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട്. സാറിൻ്റെ കുട്ടിക്കാലം ഒക്കെ തമിഴ്നാട്ടിലായിരുന്നല്ലോ. അതെ അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു അവിടുത്തെ ആ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മാറിയപ്പോൾ ഉള്ള ഒരു? കേരളം എന്ന് പറയുന്നത് വന്നിട്ട് ഭയങ്കര ഒരു പ്രത്യേകിച്ച് കായലും കടലും അതുപോലെ മലകളും അതിന് ഭൂപ്രദേശം തന്നെ വന്നിട്ട് വളരെ നല്ല ഒരു ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് നമ്മൾ പറയുന്നത് ചുമ്മയല്ല, തീർച്ചയായിട്ടും അത് ഗോഡ്സ് ഓൺ കൺട്രി തന്നെയാണ്. അപ്പോൾ അതിന് ഇവിടുത്തെ കാലാവസ്ഥയും ഇപ്പോൾ കാലാവസ്ഥയിലൊക്കെ വന്നിട്ട് ജനറലായിട്ടുള്ള അതനുസരിച്ച് മാറിയിട്ടുണ്ടെങ്കിലും കേരളത്തിൻ്റെതായിട്ടുള്ള ഒരു തനിമയാർന്ന അതുപോലെ കേരളത്തിൻ്റെ ആ ഒരു പ്രദേശങ്ങളുമൊക്കെ അതുപോലെ വല്ലാത്ത ഒരു എക്ടാസിയാണ്, അനുഭൂതി തന്നെയാണ്. അതൊക്കെ തമിഴർക്കൊക്കെ തീർച്ചയായിട്ടും കേരളം എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമായിരിക്കും. അത് ശരിയാണ്, അതെ 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 അതെ. അപ്പോൾ എങ്ങനെയാണ് സാറിൻ്റെ ഈ ഒരു സർവീസിലും അതേപോലെ തന്നെ സാറിൻ്റെ ഈ കലാരംഗത്ത് ഈ സംഘടനാ പ്രവർത്തനങ്ങളിലൊക്കെ ഫാമിലിയുടെ സപ്പോർട്ട് എങ്ങനെയാണ് സാർ? ഫാമിലിയുടെ സപ്പോർട്ട് ഇല്ല എങ്കിൽ ഇതൊന്നും നടക്കില്ല. ഫാമിലിയുടെ ഫുൾ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്രയും പ്രസ്ഥാനങ്ങളിലേക്ക് പ്രവർത്തിക്കുകയും. കാരണം ഞാൻ കേരള ഗവൺമെൻറ് ഹോമിയോ മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ ജില്ലാ സെക്രട്ടറി തൊട്ട് സംസ്ഥാന പ്രസിഡന്റ് വരെ ആകുന്ന സമയത്ത് വീട് വിട്ട് പലപ്പോഴും യാത്രകളാണ്. കേരളത്തിലുടനീളം യാത്രയുണ്ട്. ഒരു സർവീസ് സംഘടനയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് വരെ എത്തുമ്പോഴുള്ള ആ ഒരു 14 വർഷ കാലഘട്ടം വിവിധ തസ്തികകൾ ജില്ലാ സെക്രട്ടറി തൊട്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വൈഫിന് കോപ്പറേഷൻ ഇല്ല എങ്കിൽ എനിക്ക് നടക്കില്ല. മാത്രമല്ല ഞാനിത് കോമ്പൻസേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ കക്ഷി വീട്ടിൽ വെറുതെ വിട്ടിട്ട് അങ്ങനെ പോകാറില്ല. ഞാൻ എല്ലാ പ്രോഗ്രാമും കൂടെ കൊണ്ടുപോയി പോകും. ഷീ ഈസ് വെരി ഹാപ്പി, ഷീ വിൽ ബി വെരി ഹാപ്പി. അപ്പോൾ കേരളത്തിൽ ഞാൻ പോയിട്ടുള്ള സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് എവിടെ പോയാലും എൻ്റെ വൈഫിനെ കൂട്ടി പോയിട്ടുണ്ട്. എൻ്റെ ഒരു അസിസ്റ്റൻ്റ് പോലെ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. പ്രണയവിവാഹം ആയിരുന്നോ? യെസ് ആയിരുന്നു. അതെ. എത്ര വർഷത്തെ നീണ്ട പ്രണയമായിരുന്നു? ഒരു 3 വർഷത്തെ പ്രണയമായിരുന്നു, 3-4 വർഷത്തെ. പ്രണയത്തിൻ്റെ തുടക്കം നമ്മളോട് പങ്കുവെക്കുന്നത് അതിനെന്താ അത് വിളിച്ചു നോക്കേണ്ട വിഷയമൊന്നുമല്ലല്ലോ. ഹോമിയോപ്പതി പഠനം പൂർത്തിയായതിനു ശേഷം അതിൻ്റെ 6 മാസത്തെ ഇൻറ്റേൺഷിപ്പ് ഉണ്ട്, ഹൗസ് സർജൻഷിപ്പ്. അത് വൈഫിൻ്റെ തൊട്ടടുത്തുള്ള വിഴിഞ്ഞം മുക്കോല എന്ന് പറഞ്ഞ സ്ഥലത്ത്, അവിടെയാണ് അതിന് 6 മാസം പ്രാക്ടീസ്. അപ്പോൾ അതിനു വേണ്ടി ഒരു വീട് വാടകയ്ക്കെടുത്ത് ഞാനും ഒരു ട്യൂഷൻ സെൻറ്റർ തുടങ്ങിയിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ പഠിച്ച എൻ്റെ ക്ലാസ്മേറ്റ്സ് ഫെയിലായിട്ടുണ്ടാവും, ഞാൻ ആദ്യം പാസ്സായി. അപ്പോൾ അവരെല്ലാം വന്നിട്ട് എൻ്റെ കൂടെ ട്യൂഷൻ അധ്യാപകനായി ഞാൻ മാറുകയും അവിടുന്ന് ഫീസൊന്നും എൻ്റെ ക്ലാസ്മേറ്റ്സോട് ഫീസൊന്നും വാങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവർ ഇത് സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്നു. എന്നെ വന്നിട്ട് ഇവിടെ കൊണ്ടുപോയി ബംഗാനൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവർ പാർപ്പിച്ചു. അപ്പോൾ അതിന് തൊട്ട് അടുത്ത മതിലാണ് വൈഫിൻ്റെ വീട്. അപ്പോൾ അങ്ങനെ കണ്ട് ഇപ്പറേന്ന് കണ്ടു. 16 വയസ്സ് 15 വയസ്സാണ് ആ സമയത്ത്. 3 വർഷത്തെ പ്രണയം കഴിഞ്ഞിട്ട് 18 വയസ്സാകുമ്പോഴാണ്, 18 തികഞ്ഞില്ലെന്ന് തോന്നുന്നു, അതിന് മുന്നേ കല്യാണം കഴിച്ചതാണ്. നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഇനിയും നിങ്ങൾ കുത്തിപ്പൊക്കരുത്. അന്ന് 18 തികഞ്ഞ മുന്നേ അറേസ്റ്റ് ചെയ്താണ്. ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. സാറിൻ്റെ പ്രണയത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ സാറിൻ്റെ കുടുംബം, മക്കളുടെ ഒക്കെ ഇപ്പം എങ്ങനെ, ഏതൊക്കെ വർക്ക് ജോലികളൊക്കെ ആയിട്ട്? 3 പേരാണ്, 2 ആണ്, ഒരു മോള്. മൂത്ത മോൻ ഗോവ മെഡിക്കൽ കോളേജിൽ പൾമനോളജിസ്റ്റായിട്ട് ഇപ്പോൾ 3ാമത്തെ വർഷം, അത് SR സീനിയർ റെസിഡൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. അതായത് MBBS MD DNB കൂടി കരസ്ഥമാക്കിയിട്ടുണ്ട്. അപ്പോൾ 3 വർഷം ബോണ്ട്, കമ്പൽസറി ബോണ്ട് 1 വർഷമാണ്. പിന്നെ ഓപ്ഷണൽ ബോണ്ടായിട്ട് മരുമകളും കൂടി പൂർത്തിയാക്കാൻ വേണ്ടിയും, അത് കമ്പൽസറി ബോണ്ട് പൂർത്തിയാക്കാൻ വേണ്ടി മരുമകളും ഇതുപോലെ MD DNB കഴിഞ്ഞു, ഡെർമറ്റോളജിസ്റ്റാണ്, ഗോവ മെഡിക്കൽ കോളേജ് തന്നെയാണ്, പാസ്സായി. പിന്നെ 1 വർഷത്തെ ബോണ്ടും തീരാൻ പോകുന്നു, കമ്പൽസറി ബോണ്ടാണ്, ബാക്കി 2 വർഷം ഓപ്ഷനിലാണ്. അപ്പോൾ അവൾക്ക് വേണ്ടി മോനും 3ാമത്തെ ബോണ്ടിലിരിക്കുകയാണ്. അത് 2 പേരുടെയും പൂർത്തിയാകും. ജൂൺ മാസം പൂർത്തിയായി കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരികയോ അല്ല വേറെ അടുത്ത പ്ലാൻ എന്താണെന്നുള്ളത് അവർ നോക്കും. മോള് ഡെൻറ്റിസ്റ്റാണ്, ബോംബെയിലാണ്. മരുമകൻ RBI മാനേജറാണ്. അപ്പോൾ ഹെഡ് ക്വാർട്ടേഴ്സിൽ തന്നെയാണ്. 10 വർഷം അവന് ട്രാൻസ്ഫർ കിട്ടത്തില്ല. അപ്പം അവരവിടെ ഏതാണ്ട് സെറ്റിലായിരിക്കുകയാണ്. അപ്പോൾ അവിടെ തന്നെ സെറ്റിലാകാനുള്ള പ്ലാനായി സെറ്റിലായിരിക്കുകയാണ്. മോൾ അവിടെ വർക്ക് ചെയ്യാണ്. അതായത് ഒരു ഡെൻ്റൽ മെറ്റീരിയൽസ് അതുപോലെ മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് എല്ലാം തയ്യാറാക്കുന്ന കമ്പനിയിൽ അതിൻ്റെ ഡിസൈൻ അപ്രൂവറായിട്ട് സൂപ്പർവൈസർ പോസ്റ്റിൽ വർക്ക് ചെയ്യാണ്. ഇളയ മോൻ BBA എയർലൈൻ എയർപോർട്ട് മാനേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഖത്തറിൽ ഒരു ജോബ് വിസയായിട്ട് അവിടെ പോയിട്ടുണ്ട്. മക്കളുടെ പേരെന്തൊക്കെയായിരുന്നു? മനു, ഡോക്ടർ മനു, മരുമകൾ ഡോക്ടർ നയന,
മക്കളുടെ കേസിൽ നമ്മുടെ ഡോക്ടറൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല, അങ്ങനെ പറഞ്ഞു പോയതാണ്. മായ, മരുമകൻ കരിനാഥ്, പിന്നെ മഹേഷ് ഏറ്റവും ഇളയ. സന്തുഷ്ടമായിട്ടുള്ള കുടുംബം. ഇരിട്ടിയിൽ വരുന്ന അത്യാഹിതമായിട്ട് ഒരു അപകടം പറ്റി അല്ലെങ്കിൽ അറ്റാക്കൊക്കെ ആയിട്ട് വരുന്നവർക്ക് പെട്ടെന്ന് നല്ലൊരു ചികിത്സ കിട്ടുന്നില്ല എന്നുള്ള പരാതി പല ഭാഗത്തുനിന്ന് ഉയരുന്നുണ്ട്. അതിനെക്കുറിച്ച് ഡോക്ടറുടെ അഭിപ്രായം? ഞാൻ തന്നെ അത് പറയുന്നത് ശരിയല്ല. അത് നിങ്ങളുടെ ഭാഗത്തുകൊണ്ടാണ് ഞാനത് ചോദിച്ചത്. അല്ല, ഞാൻ മറ്റൊരു വിഭാഗത്തിൻ്റെ ഒരു ഡോക്ടർ ആയതുകൊണ്ട് ഞാൻ പൊതുവേ ഈ സിസ്റ്റംസ് തമ്മിൽ ക്ലാഷ് ഒരിക്കലും ആഗ്രഹിക്കുന്ന ആളെയല്ല. സിസ്റ്റംസ് എന്ന് പറയുമ്പോൾ വന്നിട്ട് ഹോമിയോപ്പതി കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്. മോഡേൺ മെഡിസിൻ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ഒട്ടും ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും അവർക്ക് ചെയ്യാനുണ്ട്. ആക്സിഡൻറ്റ്സ്, എമർജൻസി കെയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ എല്ലാം നമ്മൾ ഉൾക്കൊള്ളണം. എല്ലാ ചികിത്സയ്ക്കും അതിൻ്റേതായിട്ടുള്ള, ആയുർവേദം അതുപോലെ തന്നെ എല്ലാ ചികിത്സയ്ക്കും അതിൻ്റേതായിട്ടുള്ള മെറിറ്റ്സും ഉണ്ട്, ലിമിറ്റേഷൻസും ഉണ്ട്. അപ്പോൾ സമഗ്രമായിട്ടുള്ള കാഴ്ചപ്പാടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ നമുക്കങ്ങനെ ഹോമിയോപ്പതി ഡോക്ടറാണെന്ന് പറഞ്ഞിട്ട് ഹോമിയോപ്പതി എന്താണ് ഒരു അപ്പോസ്തലനാകാൻ ഞാനില്ല. എന്നോട് ലിമിറ്റേഷൻസ് ഞാൻ അംഗീകരിക്കും. ചെയ്യാൻ പറ്റുന്ന മറ്റുള്ള സിസ്റ്റത്തിലുള്ളവർക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അപ്പോൾ ഒരു ചികിത്സയും പരിപൂർണ ചികിത്സയല്ല. ചികിത്സകൾ തമ്മിൽ സ്പർദ്ധ ഒരിക്കലും പാടില്ല. അപ്പോൾ ഇവിടെ കേരളത്തിൽ പൊതുവേ മറ്റ് മോഡേൺ മെഡിസിൻ കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ പരിഗണനയും മറ്റുള്ള ചികിത്സകൾക്ക് പൊതുവേ കുറവാണ്. അപ്പോൾ തുല്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു പരിഗണന തമിഴ്നാട്ടിലുണ്ട്. അത് ഞാൻ പറഞ്ഞു വരുന്നത് സേവന വേതന വ്യവസ്ഥകളാണ്. തമിഴ്നാട്ടിലെ തുല്യമാണ്. പക്ഷേ കേരളത്തിൽ അത് 3 ചികിത്സയ്ക്ക് 3 തട്ടിലാണ്. അപ്പോൾ അത് മറ്റുള്ള മോഡേൺ മെഡിസിൻ മറ്റുള്ള വിഭാഗങ്ങൾക്ക് ഒരു അപകർഷതാബോധം ഉണ്ടാക്കുന്ന തരത്തിലുള്ള 3 തട്ടിലൊക്കെയാണ്. അപ്പോൾ എൻട്രി ഗ്രേഡിൽ ഇപ്പോൾ തീർച്ചയായിട്ടും എൻട്രി ഗ്രേഡിൽ എങ്കിലും തുല്യമാക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ സ്പെഷ്യലിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ അവർക്ക് ജോലിയുടെ അതിന് നേച്ചർ ഓഫ് ഡ്യൂട്ടി ഡിഫറൻ്റ് ആയതുകൊണ്ട് അവർക്ക് സ്പെഷ്യാലിറ്റി കേഡർ കൊടുക്കണം. അതേസമയം എൻട്രി കേഡറിൽ വന്നിട്ട് ഈക്വലായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസാണ് എല്ലാവർക്കും ഉള്ളത്. MBBS കഴിഞ്ഞ് വരുന്നു, BAMS ആയാലും BHMS ആയാലും എൻട്രി കേഡറിൽ വന്നിട്ട് തുല്യമായിട്ട് പറയും. തമിഴ്നാട്ടിൽ അങ്ങനെയാണ്, മറ്റ് പല സംസ്ഥാനങ്ങളും അങ്ങനെയാണ്. ഞാനിത് എപ്പോഴും വന്നിട്ട് സിസ്റ്റംസ് തമ്മിലുള്ള ക്ലാഷിനോട് ഞാൻ ഒരിക്കലും യോജിക്കാത്തതാണ്. നമ്മൾ അംഗീകരിക്കാത്ത രീതിയിലൊക്കെ പല മറ്റുള്ള ചികിത്സാ സമ്പ്രദായക്കാരുണ്ടാകാം. ഞാൻ പക്ഷേ എല്ലാവരും അംഗീകരിച്ചേ ഞാൻ പോകാൻ താല്പര്യമുള്ളൂ. ഞാൻ ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരിട്ടിക്കൊരു മെഡിക്കൽ കോളേജ് പോലത്തെ നല്ല സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു സംഭവങ്ങൾ വേണ്ടേ സാറിൻ്റെ ഒരു ഇത്ര വർഷത്തെ ഇരിട്ടിയുമായി ബന്ധം വെച്ചിട്ട് ഞാൻ ചോദിക്കുകയാണ്. ഇത് ഇത്ര ചോദിച്ചോട് പറയാണ്. ഒരു സാധാരണക്കാരൻ എന്ന നിലയ്ക്ക് ഞാൻ ഉത്തരം പറയാം, ഒരു ഡോക്ടർ നിലയ്ക്ക് കാണരുത്. സാധാരണക്കാരൻ്റെ രീതിയിൽ പറയുകയാണെങ്കിൽ ഇപ്പം രാത്രി സമയങ്ങളിലൊക്കെ വരുന്ന അത്യാഹിതങ്ങളൊക്കെ വന്നിട്ട് നമുക്കതിനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഹോസ്പിറ്റൽസ് ഇരിട്ടിയിൽ ഉണ്ടോ? എനിക്ക് ഡൗട്ടാണ്. പല സന്ദർഭങ്ങളിൽ റെഫർ ചെയ്ത് വിടുകയാണ്. കണ്ണൂർ, പരിയാരം അങ്ങനെ റെഫർ ചെയ്യാം. അപ്പോൾ അതിന് തീർച്ചയായിട്ടും അതിനിപ്പോൾ പല ഹോസ്പിറ്റൽസൊക്കെ ഇവിടെ ഇരിട്ടിലുണ്ടെങ്കിൽ അതിൽ RMO അവരാണ് കൈകാര്യം ചെയ്യുക. ഡോക്ടർമാർ വന്നിട്ട് നൈറ്റ് കോൾസ് ഒന്നും പൊതുവേ അങ്ങനെ അറ്റൻഡ് ചെയ്യാൻ മടിക്കുന്ന ഒരു അവസ്ഥയിലാണ്. അങ്ങനെ അത്യാവശ്യം വരുമായിരിക്കാം. പക്ഷേ RMOമാർക്കും വന്നിട്ട് ഡോക്ടർമാർ വിളിച്ചു വരുത്താനും അവർക്കൊരു ഞാനിതൊന്നും പറയുന്നത് ഒരു ഡോക്ടർ നിലയ്ക്ക് ഞാൻ പറയുന്നത് ശരിയല്ല. സാറിന് ഒരു പരിമിതികളുള്ളതുകൊണ്ട് സാർ അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കേണ്ട. നമ്മളെ ഇരിട്ടിയിൽ ആദ്യം 3 തിയേറ്ററുകളുണ്ടായിരുന്നു. ശ്രീകൃഷ്ണ, കൽപ്പന, ന്യൂ ഇന്ത്യ. അങ്ങനെ 3 തിയേറ്ററുകൾ സാറിൻ്റെ ആ ഒരു സർവീസുമായി ബന്ധപ്പെട്ട കാലങ്ങളിൽ ഒരുപാട് സിനിമ ഈ 3 തിയേറ്ററിൽ നിന്ന് സാർ കണ്ടിട്ടുണ്ടാവും. ഉറപ്പാണ്. ഒരുപാട് തമിഴ് സിനിമയും മലയാള സിനിമയൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ ഇത്രയും വികസനങ്ങളൊക്കെ നടക്കുമ്പോഴും ഇരിട്ടിയിൽ ഇപ്പോൾ ഈ തിയേറ്ററുകളൊന്നും ഇല്ല എന്നുള്ളത് ഇരിട്ടിയിലെ കലാപ്രേമികളെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. അതിനെക്കുറിച്ച് സാറിൻ്റെ ഒരു അഭിപ്രായം എന്താണ്? എല്ലാവരും മട്ടന്നൂറും ഉളിക്കലും പോകേണ്ട ഒരു അവസ്ഥയാണുള്ളത് അല്ലേ? നല്ല ഹൈടെക് തിയേറ്ററുകളൊക്കെ ഈ 2 സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്, പിന്നെ കണ്ണൂരും. അപ്പോൾ ഇത് ഞാൻ 91 വരുന്ന സമയത്ത് വളരെ ആഘോഷം പോലെയാണ്. സിനിമാ തിയേറ്ററുകളൊക്കെ ഭയങ്കര ആഘോഷം പോലെ, എല്ലാം ഭയങ്കര ഫുൾ ലോഡായിട്ടൊക്കെ വന്നിട്ട് ആളുകൾ ഇന്ന് കാണുന്ന രീതിയിലൊക്കെ ഉണ്ടായിരുന്നു. ടിക്കറ്റൊക്കെ വന്ന് ക്യൂവിൽ നിൽക്കുന്ന അങ്ങനെയൊക്കെയുള്ള അവസ്ഥകളൊക്കെ. നല്ല സിനിമയാണെങ്കിൽ ആളുകൾ. അപ്പോൾ അവിടെ ഇത് നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഇത് വലിയൊരു വിഷയം ശ്രദ്ധയിൽ വരുന്നത്. ഇപ്പോൾ നമുക്ക് ഇരിട്ടി മലയോര മേഖലയിൽ ആളുകൾക്ക് നോ എൻ്റർടൈൻമെൻറ്റ്, നല്ല പാർക്കുകളില്ല. ഇപ്പോൾ ഗ്രീൻ ലീഫിൻ്റെ ഒരു പാർക്ക് വന്നത് നമുക്ക് വളരെയധികം അഭിമാനകരമായിട്ടാണ്. ഞാൻ ഗ്രീൻ ലീഫ് മെമ്പറൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഉള്ള കാര്യങ്ങൾ അഡ്മിറ്റ് ചെയ്യാനും അത് അഡ്മയർ ചെയ്യാനുള്ള മനസ്സ് നമുക്ക് വേണം.
അപ്പോൾ അങ്ങനെ അത് ഒരുപാട് അനന്ത സാധ്യതകൾക്കുള്ള റെക്രിയേഷന് വേണ്ടിയുള്ള പൊഴുതുപോക്ക് കുറച്ച് എൻ്റർടൈൻമെൻറ്റ്സ് ഒക്കെ വേണ്ടേ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തിയേറ്ററുകളൊക്കെ എല്ലാം പൂട്ടിപ്പോയി. അപ്പോൾ അത് ജനങ്ങൾക്ക് സാധാരണ ആൾക്കാർ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇളം തലമുറ എന്ന് പറയുമ്പോൾ അവർക്കൊരു എൻ്റർടൈൻമെൻറ്റ്സ് ഒന്നും ഇല്ലാതെ വരുമ്പോൾ കലാപരമായിട്ടുള്ള രീതിയിൽ അവർ വഴിതിരിച്ച് വിട്ടില്ല എങ്കിൽ അവർ മയക്കുമരുന്ന് മുതലായ കാര്യങ്ങൾക്ക് അടിമപ്പെട്ടു പോകും, അഡിക്റ്റായി പോകും. അപ്പോൾ വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഇത് എൻ്റർടൈൻമെൻറ്റ്സ് എന്ന് പറയുന്ന മനുഷ്യന് വന്നിട്ട് നമുക്ക് ഉപ്പില്ലാത്ത കഞ്ഞി പോലെ ജീവിതമായി പോകും. നമുക്ക് കുറച്ച് എരിപുളിയും ഒക്കെ വേണ്ട ജീവിതം. അപ്പോൾ എല്ലാം ഒരു മിതമായിട്ട് എല്ലാം ഒരു അളവിന് വേണം. എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ഊർജ്ജം എന്ന് പറയുന്നത് നമ്മൾ കൊച്ചു കൊച്ചു സന്തോഷങ്ങളാണ് നമ്മളെ നയിക്കുന്നത്. ഒരു ദിവസത്തിൻ്റെ മുഴുവൻ നമ്മുടെ എനർജി എന്ന് പറയുന്നത് കൊച്ചു കൊച്ചു സന്തോഷങ്ങളാണ്. അപ്പോൾ അതില്ല എങ്കിൽ ഉപ്പില്ലാത്ത കഞ്ഞി പോലെ ജീവിതമാകും. നമ്മുടെ നമ്മുടെ ഹാപ്പിനെസ് നഷ്ടപ്പെടും. മനസ്സ് വേറൊരു രീതിയിലായി പോകും. പല പല വിഷയങ്ങളിലേക്ക് നമ്മൾ അടിമപ്പെട്ടു പോയെന്ന് വരാം. അതുകൊണ്ട് എല്ലാം അളവിന് വേണം. അതിന് നമ്മൾ ഇതുവരെയായിട്ടും അധികൃതർ എന്താണ് അതിനിപ്പോൾ ചിന്തിക്കാത്തത് എന്ന് ആലോചിക്കുകയാണ്. ഇരിട്ടിയിൽ തീർച്ചയായിട്ടും ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തിയേറ്ററുകൾ വേണം. അതുപോലെ ഒരുപാട് കലാ സ്കൂളുകളുണ്ട്. ചിദംബരം കലാക്ഷേത്രമുണ്ട്. അതുപോലെ നമ്മുടെ കല്യാണി മ്യൂസിക് സ്കൂളുണ്ട്. അതുപോലെ ഒത്തിരി സ്ഥാപനങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരു നാടിൻ്റെ ഒരു വളർച്ച എന്ന് പറയുന്നത് കലയ്ക്ക് വലിയ പങ്കുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ പയ്യന്നൂർ എടുക്കുകയാണെങ്കിൽ പയ്യന്നൂർ വന്നിട്ട് സാംസ്കാരിക കേന്ദ്രമാണ്. തൃശ്ശൂർ വന്നിട്ട് നമ്മുടെ സാംസ്കാരിക തലസ്ഥാനമാണ്. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ തൃശ്ശൂരാണ്. അതുപോലെ നമ്മൾ കണ്ണൂർ വന്നിട്ട് പയ്യന്നൂരിൽ. അപ്പോൾ ഇരട്ടി ഒരു പയ്യന്നൂർ മോഡലിൽ അത് ആ രീതിയിൽ വളർത്തിയെടുക്കാൻ വേണ്ടി നമ്മളെല്ലാവരും പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഇവിടെ എല്ലാ രീതിയിലും വളർച്ചയും ഉണ്ടാകും, ആളുകൾക്ക് ഒരു സമാധാനം ഉണ്ടാകും. കല എവിടെയുണ്ടോ അവിടെ അക്രമങ്ങൾ ഉണ്ടാവില്ല. അക്രമങ്ങൾ എവിടെ വരുന്നു? ആ കലാബോധം ഇല്ലാത്തയിടത്താണ് അക്രമങ്ങൾ വരുന്നത്. കല നശിക്കുന്നിടത്താണ് അക്രമങ്ങൾ വരുന്നതും. അതുപോലെ സാഹിത്യം ഇല്ലാതെ വരുമ്പോഴാണ് അക്രമങ്ങൾ കൂടുകയും. അപ്പോൾ നല്ലൊരു കഥ എഴുത്തുകാരൻ, കവിത എഴുത്തുകാരൻ അവൻ അക്രമിയായിരിക്കില്ല, അല്ലേ? അവന് വികാരമുണ്ടാകും. അവൻ്റെ വികാരങ്ങളൊക്കെ എഴുത്തുകളിലൂടെ കവിതയിലൂടെ അവൻ പ്രകടിപ്പിക്കും. പക്ഷെ അവനെ കീഴ്പ്പെടുത്തണമെങ്കിൽ ഒരു അക്രമത്തിന് അവനെ കീഴ്പ്പെടുത്താൻ പറ്റില്ല. ഒരു ഭീഷണിക്ക് അവൻ വഴങ്ങില്ല. യാതൊന്നിനും അവന് തളയ്ക്കാൻ പറ്റില്ല. കാരണം അവന് കലാബോധമുണ്ട്, അല്ലെങ്കിൽ കവിത ബോധമുണ്ട്, അല്ലെങ്കിൽ സാഹിത്യ ബോധമുണ്ട്. അപ്പോൾ അത് വളരുന്നത് നമ്മുടെ സമാധാന അന്തരീക്ഷത്തിന് വളരെ ഗുണം ചെയ്യും. രാഷ്ട്രീയ അതിപ്രസരം ഒരു പരിധിവരെ ഇല്ലാതാകും. നമ്മൾ സമാധാനമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ച് സംസാരിക്കുകയും നമ്മൾ ആ രീതിയിൽ വന്നിട്ട് നല്ല ഒരു മാനസികാവസ്ഥ വളർത്തിയെടുക്കുകയും നമ്മുടെ മനുഷ്യൻ്റെ ഇൻറ്റഗ്രിറ്റി കളയാതെയും കലകൾക്കും സാഹിത്യത്തിന് വലിയ പങ്കുണ്ട്. അപ്പോൾ നമ്മുടെ സാറ് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് നമ്മൾ കടുകേറി പോയോ എന്നൊരു സംശയം. എന്നാലും കുഴപ്പമില്ല. പുതുതലമുറയോട് സാറിന് ഇനി വളർന്നു വരുന്ന പുതുതലമുറയോട് കൊടുക്കാൻ എന്താണ് ഉള്ളത് മെസ്സേജ്? പുതുതലമുറ അവർക്ക് അവർ അറിയാതെ ചില എടുത്തുചാട്ടങ്ങളിൽ ചെന്ന് പെട്ടുപോവുകയാണ്. അപ്പോൾ പുതുതലമുറ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർ ഏതെങ്കിലും ഒരു കലാപരമായിട്ട് സാഹിത്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ അവർക്ക് താല്പര്യം നമ്മൾ രക്ഷകർത്താക്കൾ അത് ഉളവാക്കണം, താല്പര്യം ഉണ്ടാക്കണം. 64 കലകളുണ്ട്, അതുപോലെ സാഹിത്യമൊക്കെ ഇപ്പോൾ ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ അല്ലാതെ പഠന വിഷയങ്ങളിലൊക്കെ കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. മറ്റുള്ള മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങുവട്ടം പോലെ ജീവിതം അത് ചില നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ ചെന്ന് പെടാതെ. ഇപ്പോൾ നമുക്ക് ലഹരി എന്ന് പറയുമ്പോൾ പേരേ ലഹരി തന്നെയാണ്, അല്ലേ? ലഹരി എങ്ങനെ ഉണ്ടാകണം? നമ്മൾ ഈ ഒരു പാട്ട് പാടി അതിലൊരു പാട്ട് കേട്ട് ഒരു നൃത്ത ചൂടുകൾ വെച്ച് അല്ലെ ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെച്ച് ഒരു കലാപരമായിട്ടുള്ള കാര്യത്തിൽ അല്ലെ സാഹിത്യപരമായ കാര്യത്തിൽ നേട്ടങ്ങൾ കൈവരിച്ച് അങ്ങനെ ലഹരി കൊള്ളണം, അല്ലേ? നമുക്ക് ചില പാട്ടുകൾ കേൾക്കുമ്പോൾ ഭയങ്കര രോമാഞ്ചമായിരിക്കും, ഭയങ്കര രോമാഞ്ചം. നമുക്കതെല്ലാം ഒരു ഹാപ്പി ഹോർമോൺസ് ഉണ്ടാക്കുകയാണ്. ഈ ഹാപ്പി ഹോർമോൺസ് നല്ല രീതിയിൽ ഉണ്ടാക്കാം. ഞാൻ തലമുറയ്ക്ക് വേണ്ടി ഇങ്ങനെ ചോദിച്ചുകൊണ്ട് പറയുകയാണ്. ഹാപ്പി ഹോർമോൺസ് വന്നിട്ട് നല്ല രീതിയിൽ ഉണ്ടാകാം. നമ്മൾ ഓക്സിറ്റോസിൻ, ഡോപ്പാമൈൻ, അതുപോലെ എൻഡോർഫിൻസ് എന്ന് പറഞ്ഞ ഹാപ്പി ഹോർമോൺസ് ബ്രെയിനിൽ നമ്മുടെ തലച്ചോറിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതുകൊണ്ടാണ് നമ്മൾ ഈ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾക്ക് വേണ്ടി നമ്മളിങ്ങനെ അലഞ്ഞ് നടക്കുന്നത്, അല്ലേ? അത് നല്ല രീതിയിൽ പോസിറ്റീവായിട്ടുള്ള രീതികളിൽ ഇടപെട്ട് അങ്ങനെ ഹാപ്പി ഹോർമോൺസ് ഉണ്ടാകുന്നത് ആരോഗ്യത്തിനും ശരീരത്തിനും മനസ്സിനും നല്ലതാണ്. പക്ഷേ ഈ മയക്കുമരുന്ന് മുതലായ കാര്യങ്ങളിൽ അതിൽ ഇടപെടുമ്പോഴും ഈ ഹാപ്പി ഹോർമോൺസ് ഉണ്ടാകും. ഹാപ്പി ഹോർമോൺസ് അറിയത്തില്ലല്ലോ ഇതെങ്ങനെയാണ് ഉണ്ടാകുന്നത്, എങ്ങനെയാണ് വരുന്നത്. അതിനങ്ങനെ ബുദ്ധിയൊന്നുമില്ലാത്ത റോബോട്ട് പോലെ ഇരിക്കുന്ന സാധനം. അപ്പോൾ അത് ഇങ്ങനെയും കഞ്ചാവ് വലിച്ചാലും ഹാപ്പി ഹോർമോൺ ഉണ്ടാകും, മദ്യം കഴിച്ചാലും ഹാപ്പി ഹോർമോൺ ഉണ്ടാകും, അല്ലേ? LSD ഉപയോഗിച്ചാലും വരും. അതുപോലെ വന്നിട്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ മയക്കുമരുന്ന് മുതലായ ഒരുപാട് മയക്കുമരുന്നുകളുണ്ടല്ലോ. MDMA പോലത്തെ, അതായത് പെട്ടെന്ന് പേര് ഓർമ്മ, MDMA പോലത്തെ കാര്യങ്ങളൊക്കെ അത് അപ്പോഴും ഹാപ്പി ഹോർമോൺസ് ഉണ്ടാകും. പക്ഷെ അത് ഹാപ്പി ഹോർമോൺസ് ഉണ്ടായാലും അത് നെഗറ്റീവായിട്ട് നമ്മുടെ ശരീരത്തിൽ വന്നിട്ട് കാർന്ന് തിന്ന ക്യാൻസർ പോലെയാണ്. അതൊരു മിന്നാമിനിങ്ങനെ നുറുങ്ങൂട്ടം പോലെ. ഒരു MDMA സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾ 5 വർഷത്തിൽ കൂടുതൽ ജീവിക്കില്ല.
അപ്പോൾ അങ്ങനെ ശരീരത്തിനും മനസ്സിനും ഇഞ്ചുറി ഉണ്ടാക്കുന്ന ആ ഹാപ്പി ഹോർമോൺസ് ഉണ്ടാകാൻ ഇടയായിട്ടുള്ള ഈ മയക്കുമരുന്ന് മുതലായ തിരിഞ്ഞു പോലും നോക്കാൻ പാടില്ല എന്നാണ് ഈ ഇളം തലമുറയ്ക്ക് പറയാനുള്ളത്. ഒരിക്കൽ അതിൽ വന്നിട്ട് എൻജോയ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് അഡിക്റ്റായി പിന്നെ വിടാൻ പറ്റില്ല, വിടാനേ കഴിയില്ല. അപ്പോൾ പുതുതലമുറ ശ്രദ്ധിക്കേണ്ട കാര്യവും സാറ് പറഞ്ഞു. ഇരിട്ടിയുടെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ യാത്രയിൽ ഇരിട്ടിയിൽ അല്ല, ഞങ്ങൾ ഇപ്പോൾ കർണാടകത്തെ വീരാജപേട്ടയിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ മടിക്കേരിയിൽ എത്തിയിരിക്കുകയാണ്. മടിക്കേരിയിൽ നിന്ന് സാറിൻ്റെ ഒരുപാട് വിശേഷങ്ങൾ, സാറ് സർവീസിലേക്ക് വന്നത് 33 വർഷങ്ങൾക്ക് മുമ്പാണ് ഇരിട്ടിയിൽ. പിന്നെ ഇരിട്ടിയുടെ സ്വത്തായി സാറ് മാറി. ഇപ്പോൾ ഇരിട്ടിയിലെ ജനങ്ങളുടെ ഹൃദയം കീഴടക്കിയ ഡോക്ടർ ഇപ്പോൾ മനസ്സ് തുറന്നിരിക്കുകയാണ് ഇരിട്ടിയുടെ സ്പന്ദനങ്ങളിലൂടെ എന്ന നമ്മുടെ ഈ പരമ്പരയിൽ. അപ്പോൾ സാറിന് ഇനിയും ഒരുപാട് നല്ല കാര്യങ്ങൾ ഇരിട്ടിക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടി സാധിക്കട്ടെ. നല്ല രീതിയിൽ സാറിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ ഇരിട്ടിയിലെ ജനങ്ങൾക്ക്, മലയോര ജനങ്ങൾക്ക് ഉപകാരപ്രദമായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ ഇത്രയും നേരം നമ്മോടൊപ്പം ഇത്രയും തിരക്കിലും നമ്മോടൊപ്പം ചുരുങ്ങിയ സമയം പങ്കുവച്ചതിന് നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.